മതത്തിന്റെ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ആ മാർഗത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെല്ലാം എല്ലാ അർത്ഥത്തിലും ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. വിശുദ്ധ ഖുർആൻ ആ സന്ദേശമാണ് ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പറയാനുള്ള വിഷയം ഏറ്റവും പ്രധാനമായി നമ്മുടെ യുവതയോടാണ്, നമ്മുടെ ചെറുപ്പക്കാരോടാണ്, നമ്മുടെ വിദ്യാർത്ഥികളോടാണ്. എന്ന് പറയുമ്പോൾ നമുക്കത് ബാധകമല്ല എന്നല്ല. നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഈ പറയപ്പെടുന്നവരെല്ലാം ഉണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ളവർ നമ്മുടെ വീടുകളിലുണ്ട്. യുവാക്കളായ യുവതികളായ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അവരെയെല്ലാം ശരിയായ ധാർമ്മിക പാതയിലേക്ക് തിരിച്ചു വിളിക്കുക എന്നുള്ളത് നമ്മൾ ഇതുപോലെ ഒരു പ്രഭാഷണത്തിൽ അവർ വന്നിരുന്ന് കേൾക്കുമെന്നുള്ള മിഥ്യാധാരണയൊന്നും നമുക്കില്ല. എന്നിരുന്നാലും അതൊരു തിരിനാളമായി, അത് വളർന്നു വലുതായി, അത് ജനഹൃദയങ്ങളിൽ നിന്നും ജനഹൃദയങ്ങളിലേക്ക് പകർന്ന് അങ്ങനെ ജനങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ ശരിയായ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് കേവലം സംഘടനാപരമല്ല, അതല്ലെങ്കിൽ സംഘടനാപരമായിരിക്കുന്ന ഒരു പരാജയങ്ങളുടേതല്ല. മറിച്ച് പ്രിയമുള്ളവരെ, ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ധാർമ്മിക മൂല്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഈ ദഅ്വാ പ്രവർത്തനങ്ങളെപ്പോലും വളരെ അപക്വമായി നോക്കിക്കാണുന്നവരുണ്ട്. സാധാരണ നമ്മൾ ചില പ്രദേശങ്ങളിലെല്ലാം കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ പ്രദേശങ്ങളിൽ ചില ആളുകൾ വേറെ ചില പരിപാടികളും ഏർപ്പാടുകളും ഒക്കെ ചെയ്ത ആളുകൾ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അങ്ങനത്തെ ചില സ്വഭാവങ്ങൾ അത് സ്വാഭാവികമായും ഒരു ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന് ഭൂഷണമല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 ദിവസത്തെ പ്രോഗ്രാമുകൾ വളരെ നേരത്തെ നിശ്ചയിച്ച് അതിന് നോട്ടീസ് അടിച്ച് എല്ലാ പ്രദേശങ്ങളിലും ആളുകളെയൊക്കെ പോയി കണ്ട് ക്ഷണിച്ച് അങ്ങനെ 3 ദിവസങ്ങളിലുള്ള അന്നസീഹ എന്ന ഈ മഹത്തായ പരിപാടിയിൽ 3 ദിവസങ്ങളിലും സജീവമായി നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ആമുഖമായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ താജുദ്ദീൻ സലാഹി നമുക്ക് വഴിതെറ്റാതെ യുവത മുന്നോട്ട് എന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന നാനാ മേഖലകളിലേക്കും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. റബ്ബ് നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ താജുദ്ദീൻ സലാഹി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه.
വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നാട്ടുകാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തുടർച്ചയായ 3 ദിവസത്തെ പ്രഭാഷണ പരിപാടി മുൻ വർഷങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ ഈ വർഷവും തീരുമാനിക്കാനും മുന്നോട്ട് പോകാനും അതിലെ ഒന്നാമത്തെ ദിവസം വളരെ പ്രൗഢമായ രീതിയിൽ തന്നെ സമയബന്ധിതമായി തന്നെ ആരംഭിക്കാനും ഒക്കെയുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള സെഷനുകളുടെ ലക്ഷ്യവും ഉദ്ദേശവും ഇവിടെ ഷുഐബ് മൗലവി അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ നമ്മളോട് പറയുണ്ടായി. ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് എന്തു തിരുത്താനുണ്ട്, ഞാൻ എന്ത് ചിട്ടപ്പെടുത്താനുണ്ട് എന്ന ചോദ്യമായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പൊതുവെ പരിഹാരങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരാൾക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാണ് മരണം എന്ന് പറയുന്നത്. മരണം ഏതു വഴിക്ക് എങ്ങനെ കടന്നു വരുന്നു, നമ്മളെ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നു, ഇതൊക്കെ എല്ലാ നിർവചനങ്ങൾക്കും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. മരണാനന്തരം മനുഷ്യൻ അവന്റെ ഖബറിൽ, അവിടെ മുതൽ ആരംഭിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒന്നാമത്തെ പ്രതിസന്ധി, മരണം സംഭവിക്കുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം വിശദീകരിക്കുന്നത് ഒരു ശ്മശാനത്തിൽ വെച്ചുകൊണ്ടാണ്. ഒരു സഹാബിയുടെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഖബറിന്റെ ലഹദിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഒരുപാട് ഖബറുകളുണ്ട് ഈ ബഖീഉൽ ഗർഖദിൽ. ഓരോ ഖബറുകളും ഓരോ മീസാൻ കല്ലുകളും അവർക്ക് ഓരോ ഓർമ്മകളാണ്. ഇതെന്റെ ബിസിനസ് പാർട്ണറുടേതാണ്, ഇത് വാപ്പാന്റെതാണ്, അത് എളാപ്പാന്റെതാണ്, അത് 3-ാം വയസ്സിൽ കിണറ്റിൽ വീണ് മരിച്ച ആ കുട്ടിൻ്റെതാണ്, അത് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെതാണ്, അത് അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയുടേതാണ്. അതിന്റെ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ പിൻ ഡ്രോപ്പ് സൈലൻസിൽ, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിൽ ഇപ്പോൾ ആകെ കേൾക്കാൻ കഴിയുന്നത് മണ്ണിൽ വീഴുന്ന പിക്കാസിന്റെ, മൺവെട്ടിയുടെ, മണ്ണ് കോരാൻ ഉപയോഗിക്കുന്ന, മണൽ വാരാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ മണ്ണിൽ ഉരസുന്ന ശബ്ദം മാത്രമാണ് ഇപ്പോൾ ബഖീഉൽ ഗർഖദിൽ ഉയർന്നു കേൾക്കുന്നത്. പരസ്പരം ശ്വാസങ്ങൾ പോലും കേൾക്കാവുന്ന നിശബ്ദതയിൽ മയ്യത്തിനെ ഒരു ഭാഗത്ത് വെച്ച് അവരവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഇങ്ങനെ ഒരു വടി എടുത്തിട്ട് അവിടെ ഇങ്ങനെ തോണ്ടി, എന്നിട്ട് തല ഉയർത്തി. ഒരു വഹീന്റെ അടയാളങ്ങൾ പ്രവാചകന്റെ മുഖത്തും നെറ്റിയിലും ഭാവങ്ങളിലുമൊക്കെ സ്വഹാബത്ത് ശ്രദ്ധിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തുടങ്ങി, ഒരു സത്യവിശ്വാസി, സംശുദ്ധ ജീവിതം നയിച്ചൊരു വ്യക്തി, അയാൾ മരിക്കുമ്പോ മലക്കുകൾ വരും. അയാളുടെ മരണത്തിന്റെ നിശ്ചിത സമയമെത്തുമ്പോ കണ്ണെത്താവുന്ന ദൂരത്ത് മലക്കുകൾ വന്ന് അയാളെങ്ങനെ നോക്കി ചിരിക്കും. അതോടെ അയാൾക്ക് ആശ്വാസമായി. ഒരുപക്ഷെ അയാളുടെ കുഞ്ഞ്, അയാളുടെ ഭാര്യ പ്രസവിച്ച് കുഞ്ഞിനെ കണ്ട് ലേബർ റൂമിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ബിൽ പേയ്മെന്റിന് വന്നതായിരിക്കും അയാള്. അപ്പോഴായിരിക്കും ആ ബിൽ പേയ്മെന്റ് കൗണ്ടറിൽ കുഴഞ്ഞു വീണായിരിക്കും അയാൾ മരിക്കണേ. പടച്ചോനെ, ജനിച്ചിട്ട് കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമുള്ള ഒരു കുട്ടിനെയും കൊണ്ടിനി ഓളെന്താ ചെയ്യാ, അങ്ങനത്തെ ഒരു ടെൻഷൻ അയാൾക്ക് ഉണ്ടാകൂല. 3 മഴക്കാലം പിന്നിട്ടിട്ടും
വാർപ്പ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടിനി എങ്ങനെ പൂർത്തിയാകും, അങ്ങനത്തെ ഒരു ടെൻഷൻ മൂപ്പർക്ക് ഉണ്ടാവില്ല. കാരണം മലക്കുകൾ ഇങ്ങനെ നോക്കി, അയാളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതാണ്. വളരെ പ്രകാശമാനമായ മുഖത്തോടു കൂടെ അയാളെ നോക്കി ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഇതാണെങ്കിൽ ആശ്വാസമാണ്. ഇങ്ങനെ കിട്ടുമെന്നുള്ളതാണ് വിഷയം. ലോകത്ത് ആരെവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും ഒരു സംഘം മലക്കുകൾ വരും. മുഴുവൻ മനുഷ്യരുടെയും ആത്മാവെടുക്കുന്നത് ആ മലക്കുകളാണ്. അതൊക്കെ എങ്ങനെ കഴിയും? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംവിധാനമാണ്, അല്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, പിന്നെ ആ പറഞ്ഞ തത്വത്തിന്റെ കൂടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടും അതിജയിച്ചുകൊണ്ടും അവർ ഉറച്ചു നിന്നു. അങ്ങനെ മരിച്ചുപോയ, നിലപാടിൽ ഉറച്ചു മരിച്ചുപോയ മനുഷ്യർ മഹല്ല് കമ്മിറ്റിനെ പേടിച്ചില്ല, അമ്മായിനെ പേടിച്ചില്ല, മൂത്തമ്മാനെ പേടിച്ചില്ല, ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പേടിച്ചില്ല, തനിക്ക് വരാവുന്ന ദുരന്തങ്ങളെ പേടിച്ചില്ല, കച്ചവടത്തിന്റെ നഷ്ടത്തെ പേടിച്ചില്ല, അമ്മായിമാനെ പേടിച്ചില്ല, മരുമോളെ പേടിച്ചില്ല, ഒന്നിനെയും പേടിച്ചില്ല. അറിഞ്ഞ സത്യങ്ങളുടെ കൂടെ ധീരമായി ഉറച്ചു നിന്ന ആളുകൾ, അവരെടുത്ത് മലക്കുകൾ വന്ന് അവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. അയാൾ ലോറിന്റെ ചക്രത്തിന്റെ താഴെ കിടന്ന് പെടയിരിക്കും, പക്ഷേ അയാളുടെ മലക്കത് പറയുന്നുണ്ട്. അയാൾ ആഴിയുടെ അഗാധതയിലേക്ക്, ലാൻഡ് സ്ലൈഡിൽ അയാളുടെ മേലെ മണ്ണിങ്ങനെ മറിഞ്ഞു വീണ്, കല്ലുകൾ അയാളുടെ മേലെ വീണ് ശ്വാസം നിലക്കേയിരിക്കും. അയാളുടെ കൈ അയാളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകും, അയാളുടെ അയാളുടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും അയാൾക്കൊരു ആശ്വാസവാചകം കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ സദസ്സുകളിൽ വന്നിരിക്കുമ്പോ നമുക്കുണ്ടാകേണ്ട ബോധ്യം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഈ പറയുന്ന എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ്, ഈ പറയുന്ന എല്ലാ ആശ്വാസങ്ങളും സമാശ്വാസങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും വേനലും മഴയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനിക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്. ആ അവസാനിക്കുന്ന നിമിഷത്തിലേക്ക് എന്തെങ്കിലും തിരുത്തുകൾ ആവശ്യമുണ്ടോ എന്ന പരിശോധനയാണ് ഇതുപോലത്തെ സദസ്സുകൾ യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പരിപാടി ഉഷാറാക്കാൻ നമ്മൾ ആരോട് പോന്നിട്ടില്ല. നിങ്ങളിവിടെ ആകെ 3 ആളാണെങ്കിലും ഞാൻ വിചാരിച്ച സമയം ഞാൻ പ്രസംഗിക്കും, മനസ്സിലായില്ലേ? ഞാൻ എന്താണോ പ്രസംഗിക്കാൻ വിചാരിച്ചത് ഏത് വേദിയിൽ ചെല്ലുമ്പോൾ ആ ഒരു പ്രദേശത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ടിസ്റ്റ് വേണ്ടിയിരുന്നുള്ളത് ഒഴിച്ചാൽ ഞാൻ പറയാം, ഇത്ര ആളുണ്ടെങ്കിലേ പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് പരിപാടി ഉഷാറാക്കാനല്ല നമ്മളിവിടെ വന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ തിരുത്തുകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ടൈറ്റിലുമേ ഒരു ചെറിയ എഡിറ്റിംഗ് നടത്തിയിട്ടാണ് തുടങ്ങുന്നത്. എന്താ, യുവാക്കൾക്ക് ആകെ പ്രശ്നമാണെന്നാണ്. യുവാക്കൾക്കല്ല, എല്ലാവർക്കും പ്രശ്നമാണ്. യുവാക്കൾക്കുണ്ട് എന്ന് പറയുന്ന പ്രശ്നം എല്ലാവർക്കും ഉള്ളതാ. ഈ ടൈറ്റിൽ കാണുമ്പോൾ പൊതുവെ എല്ലാവരും ആദ്യം വിചാരിച്ചേക്കുക ഇന്ന് ലഹരിനെ കുറിച്ചും കുറച്ച് കഞ്ചാവിനെ കുറിച്ചൊക്കെ കുറച്ച് തോനെ പറയേണ്ടാവുന്നതാണ്. അതിനെ കുറിച്ച് കുറച്ചേ പറയണുള്ളൂ കേട്ടോ. കാരണം ഈ ലഹരിയും കഞ്ചാവും എന്നുള്ള ആരും പോടെ ഉണ്ടാവില്ല. ഓലെ നമ്മൾ പിടിച്ചോണ്ടെന്നിട്ട് യുവപഥം എന്ന് പറഞ്ഞ പരിപാടി റമദാനിൽ വെക്കുക, അപ്പൊ അതിന് വരാം. യുവപഥം എന്ന് പറഞ്ഞ പരിപാടി അതാണ്. അത് നമ്മൾ കൂടി പിരിയലല്ല. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിസ്ഡം യൂത്തും ഒക്കെ ഒരു വളരെ സ്പെസിഫിക് ആയ പരിപാടികളിലൂടെയാണ് പോണത്. ഓരോന്നിനും ഓരോ പരിപാടിയാണ്. ഇപ്പൊ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളെ ആൺകുട്ടികളെ കൂട്ടിയിരുത്തിയിട്ട് ഒരു 1.5 ദിവസം അല്ലെങ്കിൽ 1 ദിവസം പൂർണ്ണമായിട്ട് അവർക്ക് വിവാഹത്തിന്റെ ആവശ്യകത മുതൽ പിന്നെ സെക്സ് വരെയുള്ള മുഴുവൻ കാര്യം പറഞ്ഞു കൊടുക്കും. ഓരോ വാപ്പാനിമാനൊന്നും അങ്ങോട്ട് കയറ്റൂല. അങ്ങനത്തെ പരിപാടി ഉണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് ജീവിതം തുടങ്ങിയ പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ആളുകൾക്ക് മവദ്ദ എന്നുള്ള പേരുള്ള പരിപാടിയുണ്ട്. അവരെ വിവാഹ ജീവിതം തുടങ്ങി ഒരു 3 കൊല്ലത്തിന്റെ അപ്പുറമുള്ള ആരെയൊക്കെ കയറ്റൂല, ഓരോ മാത്രമേ കയറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ പുതിയൊരു പരിപാടിയായിട്ട് നമ്മൾ വരികയാണ്. ദാമ്പത്യം അറ്റ് 40+, 40 പിന്നിട്ടവരുടെ ദാമ്പത്യം. 40ന്റെയും 45ന്റെ ഒക്കെ ഇടയിലുള്ള ഏജിലുള്ള ആൾക്കാർ. എന്താ അങ്ങനെ പരിപാടി വെക്കാൻ കാരണം? ഈ സമൂഹത്തെ നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഈ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഡൈവോഴ്സുകളും ദീർഘകാലം നല്ല രീതിയിൽ 10, 12, 14 കൊല്ലം ജീവിച്ചവരൊക്കെ പിരീഡിന്റെ എത്രയോ എക്സാമ്പിളുകൾ നമ്മളൊക്കെ മുന്നിൽ ഇങ്ങനെ വരുന്നുണ്ട്.
ഇന്നത്തെ ഒരു സാമൂഹിക പരിസരത്ത് രൂപപ്പെടുന്ന കുറെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് പഠിച്ചു തന്നൊരു തൗഫീഖാണത്. ഓരോന്നിനെയും വളരെ സ്പെസിഫിക് ആയി കണ്ട് നമുക്ക് പരിപാടി വെക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വെച്ച് നിങ്ങൾ തീരുമാനം എടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരം മാനസികാവസ്ഥയിലുള്ള അത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അതിന്റെ പരിസരത്തൊക്കെ ഉള്ള ആ ടൈപ്പ് ചെറുപ്പക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് റമളാനിൽ യുവപഥം എന്നുള്ള പരിപാടി കഴിഞ്ഞ കൗൺസിൽ അത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യൂത്തിന്റെ ഭാരവാഹികളുടെ ചർച്ചയിൽ അത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അത് യുവാക്കൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട്, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ട്. പൊതുവെ അത് കൂടുതൽ ബാധിക്കുന്നത് യുവാക്കളെയാണെന്ന് മാത്രം കേട്ടോ. അതുകൊണ്ട് യുവാക്കൾക്കുള്ള എന്തോ കാര്യമാണ് പറയണെന്നുള്ള ബേജാറിൽ ആരും ഇരിക്കണ്ട. മൊത്തം നമുക്ക് എല്ലാവർക്കുമുള്ള ചില വിഷയങ്ങളെ കുറിച്ചാണ്. ആദ്യം ഞാൻ 10 പ്രശ്നങ്ങൾ പറയാം. ഒരു 100 എണ്ണത്തിന്ന് ഇങ്ങനെ ഭാര്യയെ കിട്ടുന്ന 10 എണ്ണം എടുത്താണ്. മനസ്സിലല്ലേ? ഏതെടുക്കണം എന്ന് ഇങ്ങനെ ചോദിച്ചാൽ വലിയ കൺഫ്യൂഷനാണ്. അപ്പോ അതിൽ നിന്ന് പൊതുവെ എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ എടുക്കാൻ വിചാരിച്ചു. എല്ലാവർക്കും അറിയണ കുറച്ച് കാര്യങ്ങൾ എടുക്കാം. എന്നിട്ട് ആ 10 കാര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അതിന്റെ പരിഹാരം എന്താണ്, ഈ 3 ടൈറ്റിലിലൂടെ പോയി എന്റെ സംസാരം ഇൻഷാ അല്ലാഹ് അവസാനിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് പറയുമ്പോ നമുക്ക് വേറെ ആരെയല്ല ഓർമ്മ വരേണ്ടത്, ഓരോരുത്തർക്കും അവനാൻ ഓർമ്മ വരണം. ഓരോരുത്തർക്കും അവനവനെ ഓർമ്മ വന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്റെ സംസാരം കേൾക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ബോധവും ബാധ്യതാ നിർവഹണവും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആരുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വളരെ പതിഞ്ഞ സ്വരത്തിൽ ഒരു 2 ആഴ്ചയായിട്ടുണ്ടാവും ഒരു ഉമ്മാന്റെ കോള് വന്ന് എനിക്ക്. അപ്പൊ അവരൊരു ദീനി മസാല ചോദിക്കാൻ വിളിച്ചാണ്. അപ്പം നല്ല പ്രായമുള്ള ഒരാളാണ്, ഒരു 80 കഴിഞ്ഞ ഒരു ഉമ്മയാണ്. അപ്പൊ അവര് റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാണ്. അപ്പൊ ഫോണിൽ കിട്ടി സംസാരിച്ചപ്പോ ഞാൻ കുറച്ചൊരു ഫ്രീ ആണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പൊ അങ്ങനെ ചോദിച്ചു ആരൊക്കെയുള്ളത്. അപ്പൊ 3 മക്കളുണ്ട്, 3 ആൺകുട്ടികളുണ്ട്, 4 പെൺകുട്ടികളുണ്ട്. പക്ഷേ 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉണ്ടായിട്ട് ഈ വീട്ടിൽ, ഈ ഉമ്മ താമസിക്കുന്ന വീട്ടിൽ ഈ ഉമ്മയും ഈ അവരുടെ ഭർത്താവ്, ഈ കുട്ടികളെ വാപ്പിയും തനിച്ചാണ്. ഉമ്മാക്ക് തന്നെ 80 കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് എത്ര ഉണ്ടാവും എന്ന് വെച്ചു. മൂപ്പർക്ക് എന്നെക്കാളും എന്തായാലും ഒരു 60 വയസ്സുണ്ടാവും എന്ന് പറഞ്ഞു. വയസ്സൊന്നും ഇപ്പൊ അന്നൊന്നും മൗലവി അങ്ങനെ അടയാളപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കലില്ലല്ലോ. എനിക്ക് തന്നെ ഒരു ഏകദേശ കണക്ക് പറയണേ. ഞാൻ ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ എത്ര റൂമുണ്ട്? ഞങ്ങളെ വീട്ടിൽ 9 റൂമുണ്ട് മൗലവി പറഞ്ഞു. താഴെ മേലും കൂടി ഏറ്റവും 9 റൂം. അപ്പൊ ആ വീടിന്റെ വലുപ്പം നിങ്ങൾ ആലോചിച്ചു കാണി. അതിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പറ്റിയ ആർത്ത് വിളിച്ച സുഹൃത്തുക്കളെ ആരെങ്കിലും കേൾക്കുവോ? ആ ഉമ്മാന്റെ ഉപ്പാന്റെ പൂർണ്ണ ശബ്ദത്തിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ വിളിച്ചാൽ വല്ലവരും കേൾക്കുവോ? ഞാൻ പറയണത് ഇങ്ങനെ ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കൾ നമ്മളാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പരിസരത്തൊക്കെ പലരുടെയും മാതാപിതാക്കൾ ഉണ്ടാവും, ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും വെള്ളടിക്കണോൾക്കുള്ള പ്രസംഗമല്ല എന്ന് ഞാൻ ആദ്യം ക്ലിയർ ചെയ്തത് അതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഇനി എല്ലാവരും ഓടിയെത്തും. അപ്പോ കാർക്കിച്ചു തുപ്പുന്ന കഫത്തിൽ, ഉമ്മാന്റെ കാർക്കിച്ചു തുപ്പുന്ന കഫത്തിൽ ബ്ലഡ് കണ്ട് ബ്ലഡ് ടെസ്റ്റിൽ ഉമ്മാക്ക് തൊണ്ടയിൽ ക്യാൻസർ ആണ്, പാൻക്രിയാസ് ക്യാൻസർ ആണ്, OG ജംഗ്ഷനിൽ ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ഉമ്മാന്റെ വായൊക്കെ ഇങ്ങോട്ട് കോടി ഈ പല്ല് ഇല്ല, ഈ പല്ലൊക്കെ അല്ലേ, ഇവിടുത്തെ പല്ലൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങും. എന്താ കാര്യം? സംഗതി പിന്നെ ഒരു സൈഡ് പാരലൈസ് ചെയ്തിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഓടിയെത്തും. അബോധാവസ്ഥയിൽ, പാതി ബോധാവസ്ഥയിൽ കിടക്കണ ഉമ്മാക്ക് അപ്പൊ അത്ര മക്കളൊന്നും സേവനം ആവശ്യമില്ല. മറിച്ച് പെറ്റുപോറ്റി വളർത്തിയ മക്കള് അവര് വരുമ്പോ വെറുതെ നമ്മൾ പിന്നിലേക്കിരുന്ന് ആലോചിച്ചാൽ മതി, അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ജാമ്യയില പഠിച്ചു. ജാമ്യയില നമ്മള് കോളേജിൽ നിന്ന് അവധിയൊക്കെ ചെല്ലുമ്പോ ആ 1 മാസത്തെ വീട്ടിൽ എന്തൊക്കെയാണോ ഉണ്ടാക്കിയത് അതിൽ എടുത്തേക്കാൻ പറ്റിയതൊക്കെ ഫ്രിഡ്ജിലുണ്ടാവും. ഉണ്ടാക്കിയ സാധനത്തിൽ എടുത്തേക്കാൻ പറ്റിയതൊക്കെ ഫ്രിഡ്ജിലുണ്ടാവും. ഞാൻ ഇന്നും ഓർക്കാണ്. എന്താ? അത് ഉമ്മാന്റെ സ്നേഹമാണ്, ഉമ്മാക്ക് ടെൻഷനാണ് എന്തെങ്കിലും ഒരു നല്ല ഫുഡ് ഉണ്ടെങ്കിൽ. അപ്പോ ഇത് ഓരോരുത്തരുടെയും ഉമ്മാന്റെ അവസ്ഥയല്ലേ? നമ്മുടെ മക്കളിനി നമ്മളോട് ചെയ്യാൻ പോണ കാര്യമാണ് ഞാൻ പറയണത്. എന്താ കാരണം? ഇവിടെ വളരെ സ്ട്രോങ് ആയ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ വിചാരിച്ച മറന്നുപോയി. ആ ചോദ്യം ചോദിക്കട്ടെ. ആദ്യം ഞാൻ പറയാം, ഞാൻ ചോദിക്കണ ചോദ്യത്തില് ഒരു എണ്ണാണ് ചോദിക്കുക. ആ എണ്ണ ഇവിടെ 10 ആളിലധികം ഇവിടെ ഉണ്ടാവില്ല. ഒന്നുകൂടെ ആണെങ്കിൽ ക്ലിയർ ആയി പറയാം, 8 ആളിലധികം ഇവിടെ ഉണ്ടാവില്ല. 8 ആളിലധികം
കൈവന്തിച്ചാൽ എനിക്ക് കണക്കൂട്ടൽ തെറ്റിയെന്ന് അതിന്റെ അർത്ഥം കേട്ടോ ഈ സദസ്സിനെ കുറിച്ച്. അപ്പൊ ഞാൻ കുറച്ചും കൂടി എന്റെ പ്രസംഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പോകും, കുറച്ചുകൂടി വണ്ടി അങ്ങനെ സൈഡ് ഇറക്കിയിട്ടാണ് പോവുക. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈയന്തിക്കും, ശരിക്കും കൈയന്തിക്കും. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണോ? ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഇപ്പം സ്ത്രീകളുടെ ഭാഗത്ത് ഒരാളുണ്ട്, പുരുഷന്മാരുടെ ഭാഗത്ത് 1 2 3 4 5 6 7 ഷാർപ്പെട്ട ആളുണ്ട്. ഷാർപ്പെട്ട ആള്. നിങ്ങളെ ഞാൻ കൂട്ടിയിട്ടില്ല, 9 ആളുണ്ട്. ഓക്കെ, എന്തായാലും മാക്സിമം 10 ആള് ആണ് ഇവിടെ ഉള്ളത്. എന്താ കാര്യം? ഞാൻ വെറുതെ ചോദിക്കണം നിങ്ങളോട്. ഇതാ ഇവിടെ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ട് വിചാരിക്കുക, ആ റൂമിന്റെ ഉള്ളിൽ വല്ലതും നടന്ന നമ്മളറിയോ? അറിയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്ന ക്യാമ്പയിനാണ് എന്ത്, വാപ്പാനി ഇമ്മാനി ഇങ്ങനെ നോക്കി നടക്കലൊന്നും മക്കളെ പണിയല്ല. അതൊക്കെ എന്താ ചെയ്യണ്ടേ? ഈ മൃഗാശുപത്രി ഉള്ളതുപോലെ, കൃഷിഭവൻ ഉള്ളതുപോലെ, സർക്കാരിന് മൃഗാശുപത്രിയും കൃഷിഭവനും ഡിസ്പെൻസറിയൊക്കെ അല്ലേ, അതേപോലെ പ്രായമായവരെ ഓരോ പഞ്ചായത്തിലും വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കി ആര് സംരക്ഷിക്കണം? സർക്കാർ സംരക്ഷിക്കണം എന്നാണ് ക്യാമ്പയിന്. അപ്പൊ ആ ക്യാമ്പയിന് ഇതൊക്കെ നമ്മള് ജനകീയ വിചാരണ എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ കേരളത്തിൽ 10-30 കേന്ദ്രങ്ങളിൽ ഇത് വാദിക്കുന്നവരുടെ വാദം ക്ലിപ്പായിട്ട് അങ്ങനെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ശക്തമായി സമർത്ഥിച്ചിട്ടുണ്ട്, ശക്തമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്, വരാൻ പോകുന്ന മഹാദുരന്തത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വാദിക്കുന്ന വ്യക്തികൾ ഇതിങ്ങനെ വെറുതെ പറയണതാണോ എന്നറിയാൻ അവരെടുത്തേക്ക് നമ്മളുടെ ഭാരവാഹികളെ പറഞ്ഞയച്ച് പൊതുസമൂഹത്തോട് ഇത് പ്രസംഗിക്കും മുമ്പ്, പൊതുസമൂഹത്തിലേക്ക് അവരുടെ ക്ലിപ്പിടും മുമ്പ് അവരെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആശയയുദ്ധം തുടങ്ങുകയാണ് എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിനോട് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. മുതിർന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ സിംഹവും കടുവയൊന്നും ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാമും കാർഡിയാക് സർജറി ഒന്നും ചെയ്യലില്ല. അതുകൊണ്ട് വല്ല കംപ്ലൈന്റും വന്ന് അതങ്ങനെ ഒടുങ്ങിക്കോട്ടെ, വെറുതെ മരുന്നൊക്കെ അടിച്ച് സ്വീപ്പാക്കി പോണ്ട. അവസാനാവുമ്പോ ഇങ്ങനെ വേദനയും സഹിച്ച് കിടക്കണ്ട, എന്തെങ്കിലുമൊക്കെ ലഹരി മരുന്നില് കുറച്ച് സൈനൈഡ് എന്തെങ്കിലും ഒഴിച്ചിട്ട് പാണ് തീർത്തളിന്നാണ്. ഈ ക്യാമ്പയിൻ പുതിയ ജനറേഷനെ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമാണിത്, ശരിയായി പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, മാതാപിതാക്കളെപ്പോ ഓരോ ദിവസം വാർത്ത വരികയാണ്. ഇപ്പൊ ഈ സമാധി വിഷയത്തിൽ ഇടപെട്ട കലക്ടറുടെ പുതിയൊരു ഉത്തരവ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയോ നമ്മൾ കണ്ടു. എന്താ, മക്കളെല്ലാരും കൂടി അച്ഛനെയും അമ്മനെയും പുറത്താക്കിയിട്ട് ഗേറ്റിൽ പുറത്താക്കിയിട്ട് ഡോറ് ലോക്ക് ചെയ്തു, ഗേറ്റ് ലോക്ക് ചെയ്തപ്പോ പോലീസ് വന്ന് തുറക്കാൻ പറഞ്ഞു. പോലീസ് വന്നപ്പോ തുറക്കാൻ പറഞ്ഞപ്പോ സാറേ ഇത് ഞങ്ങളെ പേഴ്സണൽ കാര്യമാണ്, സാർ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. നേരെ ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ളവർക്ക് കലക്ടർക്ക് വിഷയം കൊടുത്തു. കലക്ടർ ഓർഡർ ഇട്ടു, 3 മക്കൾ 10,000 രൂപ വീതം അച്ഛനും അമ്മക്കും കൊടുക്കണം, സ്വസ്ഥമായി ആ വീട്ടിൽ താമസിക്കാനുള്ള പെർമിഷൻ കൊടുക്കണം എന്ന് ഓർഡർ ഇട്ടു. ഇല്ലെങ്കിൽ തുടർ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുന്നു. ഇത്രയൊന്നും ഒരുപക്ഷെ നമ്മളെടുത്തുണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ലെവലിൽ പരിശോധിക്കുക. എല്ലാ ദിവസവും അമ്മാനോട് സംസാരിക്കലുണ്ടോ? ഇവിടെ സഹോദരിമാരുണ്ട്, വീട്ടിൽ ഉമ്മ ഉണ്ടാവും. എല്ലാ ദിവസവും വാപ്പാനോട് സംസാരിക്കലുണ്ടോ? ഈ വയസ്സായ കാലത്ത് അവരെടുത്ത് ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള വിഷയം ഒരു 5 മിനിറ്റ് വർത്താനം പറയാന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് സുഹൃത്തുക്കളെ. അവർക്ക് നമ്മൾ ടൂറൊക്കെ ഇങ്ങനെ പോകണ്ടാവും, അവിടേക്ക് കൊടുക്കൊക്കെ നമ്മൾ ടൂർ ഉണ്ടാവും. ഓരോട് പോരണോന്നോട് ചോദിച്ചിട്ടുണ്ടാവില്ല. അത് ഉമ്മ പോന്നാ ശരിയാവില്ല. ഉമ്മാക്കും ഉപ്പാക്കും പോകാൻ പറ്റുന്ന അത്ര ദൂരണ്ട്, ടൂറിനുണ്ട്, അവിടേക്ക് കൊണ്ടുപോകില്ല, അവിടേക്ക് നമ്മൾ വിളിക്കൂല. അവർക്ക് സന്തോഷങ്ങളുണ്ട്, അവർക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മളെ കാറിന്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് അവർ വിസിറ്റ് ചെയ്യേണ്ട വീടുകളുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും സൂക്ഷ്മാർത്ഥത്തിൽ പരിശോധിക്കുമ്പോ രക്ഷപ്പെടാൻ ഭയങ്കര പണിയാ. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇങ്ങനെ കഅബാലയത്തിൽ തവാഫ് ചെയ്യാണ്. തവാഫ് ചെയ്യുമ്പോ അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചു. തവാഫ് ഇങ്ങനെ ഒന്നായിട്ട് ആൾക്കൂട്ടാണല്ലോ ചെയ്യുക. ഒരു മനുഷ്യന്റെ കഴുത്തിലുണ്ട് വയോധികയായി വളരെ പ്രായം ചെന്ന ഒരു വല്യമ്മ, ഒരു ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ആളെയും ആ ഉമ്മാനെ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കി. തവാഫൊക്കെ കഴിഞ്ഞ് ഉമ്മാനെ തോളിൽ നിറക്കി വെച്ചിട്ട് അയാൾ ചോദിച്ചു, ഞാൻ അങ്ങ് യമനിൽ നിന്ന് വരിക, ഒരുപാട് കിലോമീറ്റർ ഉമ്മാനെ കൊണ്ട് പിന്നെ യാത്രാ സംഘങ്ങളുടെ വണ്ടിയിൽ കയറിയും നടന്നും ഒക്കെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ്. ഉമ്മാന്റെ ആഗ്രഹമായിരുന്നു
ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും യാത്രാവാഹനവും സൗകര്യമൊക്കെ ഒരുങ്ങിയവർക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. അല്ലാത്ത കാലത്തോളം ഹജ്ജ് നിർബന്ധമല്ല. പക്ഷേ ഉമ്മാന്റെ ആഗ്രഹം സഫലീകരിക്കാൻ നിലക്ക് ഞാൻ വന്നതാണ്. ഞാൻ എന്റെ ഉമ്മയോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു എന്ന് എനിക്ക് ഇതുകൊണ്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഞാനതാ പറഞ്ഞത്, ഞാനും നിങ്ങളൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോ വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ അതുകൊണ്ടാ അദ്ദേഹം കൊടുത്ത ഉത്തരം ഇതായിരുന്നു: നിന്റെ ഉമ്മ നിന്നെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാന്, നമ്മളെ നാട്ടും പുറത്ത് ഭാഷയിൽ പറഞ്ഞാല് അവിടെ ഉപയോഗിച്ച അറബി വാക്കിന്റെ അർത്ഥം മുക്കുക എന്നാണ്. മുക്കുക, കുട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് വരാന്. ആ ഓരോ മുക്കലിലും അനുഭവിച്ചൊരു വേദനയുണ്ട്. അതിലെ ഒരു വേദനയുടെ പകരം പോലും ആകുന്നില്ല നീ യാത്ര ചെയ്തെത്തിയ ഈ ദൂരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താബഈങ്ങളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ അനിയൻ ഉമർ രാത്രി അവനിങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കും. ദീർഘമായവൻ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിച്ച് നിറമിഴികളോടെ അവൻ പ്രാർത്ഥിക്കുന്നതിന്റെ പതിഞ്ഞ സ്വരം ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് അവനെ പറ്റി അഭിമാനാണ്. പക്ഷെ എനിക്ക് എന്നെ കുറിച്ച് സന്തോഷ. കാരണം ഞാൻ രാത്രി മുഴുവൻ എന്റെ ഉമ്മന്റെ കാല് തടവിക്കൊടുത്ത് ഉമ്മാക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കല. ഞാൻ വിചാരിക്കുന്നു അവനെക്കാളും കൂലി എനിക്ക് കിട്ടും. തെരഞ്ഞെ പഠിച്ചോനെ, ഞാൻ എന്റെ ഉമ്മാനെ നോക്കിയതുകൊണ്ടല്ലേ എന്ന് അദ്ദേഹത്തിന്റെ സങ്കടവും വേദനയും പങ്കുവെക്കുന്നത്. അള്ളാഹുവോട് സംസാരിക്കുന്നത് ശിഷ്യന്മാര് കോട്ടയാണ്. ഉമ്മ ഉറങ്ങുന്ന റൂമിലേക്ക് തേള് കയറുന്നത് കണ്ടു. തേളിനെ തല്ലണ ശബ്ദത്തിൽ എങ്ങാനും ഉമ്മ ഉണരുമെന്ന് വിചാരിച്ചിട്ട് തേളിനെ ഇങ്ങനെ നോക്കി നിന്നു. തേളൊരു മാളത്തിലേക്ക് കയറിയപ്പോ, റൂമിന്റെ ഉള്ളിലെ മാളത്തിലേക്ക് കയറിയപ്പോ കൈ അവിടെ വെച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങി. കൈയിന് കടി കിട്ടി. ജയിലിലടക്കപ്പെട്ടു. വാപ്പാനെയും മോനെയും ജയിലിലടക്കപ്പെട്ടപ്പോ തണുത്തുറഞ്ഞ രാവിൽ വാപ്പാക്ക് ചൂടുവെള്ളം കൊടുക്കാൻ ജയിലർ സമ്മതിക്കാതിരുന്നപ്പോ അയാൾ എന്ത് ചെയ്യാണ്? ആ ചൂടുവെള്ളം കൊടുക്കാൻ സമ്മതിക്കാതിരുന്നപ്പോ പാത്രം എടുത്തിട്ട് സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാണ്. ഈ ശരീരത്തിൽ നിന്നുള്ള ചൂട് വല്ലതും കിട്ടിയിട്ട് ഈ വെള്ളത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ, എന്നിട്ടെങ്കിലും എന്റെ ഉപ്പാക്ക് ഒരു തുള്ളി തണുപ്പിൽ നിന്ന് ഒതുകൊടുക്കുമ്പോ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നാ. ഇത്തരം അതിസൂക്ഷ്മതകളെ, സമ്പൂർണതകളെ വായിച്ചറിയുമ്പോ പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ ഇതൊക്കെ ഇരുന്ന് കേൾക്കണ മാതാപിതാക്കളോട് ഞാൻ പറയണം, മക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇതില്. അതെന്താ അറിയോ? പലപ്പോഴും ആവശ്യങ്ങൾ പറയില്ല, പ്രശ്നങ്ങൾ പറയില്ല. ഇതൊരു വലിയ വിഷയമാണ് സഹോദരന്മാരെ. വീട്ടിൽ പല ആവശ്യങ്ങളുണ്ടാവും. ചില ആളുകളൊന്നും പറഞ്ഞാ കേൾക്കൂല. എന്താ, നീണ്ട വർഷങ്ങളായി ചെയ്തു പോകുന്ന പണിയായിരിക്കും. ഇപ്പം കുരുമുളക് ഇറക്കുണ്ടാവും, നീണ്ട വർഷമായിട്ട് ചെയ്തു പോകുന്ന പണിയായിരിക്കും. മൂപ്പർക്ക് ഇപ്പോ ഷുഗർ ഡൗൺ ഉണ്ടാകും, ഡയബറ്റിക് ആയിട്ടുണ്ടാവും. മനസ്സിൽ പ്രായം ഒരു 30 കേൾക്കാറ്, ശരീരത്തിന്റെ പ്രായം 75 കേൾക്കാറ്. ഞാൻ വീട്ടിലത്തെ കാര്യം പറയുന്നു. മൂപ്പരെന്നെ വലിച്ചു കയറും അല്ലേ? എന്ത് ചെയ്യും എന്നാലോചിച്ച് നോക്ക് നിങ്ങള്. അത് വേറൊരാളെ ഒരു തൊഴിലാളിയെ കൊണ്ട് ഇടിപ്പിക്കണത് അവർ ഇഷ്ടപ്പെടൂല. എന്താ ഇഷ്ടപ്പെടാത്തത്? അതവരുടെ പാഷനാണ്. അത് ഞമ്മക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളതിന്റെ പ്രോഫിറ്റ് മറ്റതൊക്കെയാണ് ആലോചിക്കുക. ഞാൻ സ്കൂൾ ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് കുരുമുളക് പറിക്കാൻ നിന്നാല് ഈ കുരുമുളക് പറിച്ചിട്ട് കിട്ടുന്ന പൈസയും ഈ ഹാഫ് ഡേ ലീവിന്റെ പൈസയും ഒക്കെ കൂടെ പക്ഷെ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന വിഷയം, ഇവിടെ ഉത്തരവാദിത്ത ബോധം ഈ പാപ്പാ മക്കൾ വിഷയം മാത്രമൊന്നല്ല, മക്കളെ നോക്കുന്ന കാര്യത്തിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മക്കളെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടേയാക്കുക, എന്നിട്ടോ അവരോട് സംസാരിക്കാനും കാര്യങ്ങൾക്കും സമയമില്ലാതാകുക. അവരുടെ കെയറിങ് നമ്മൾ അവർക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കൊടുക്കലൊന്നുമല്ല സഹോദരന്മാരെ. ഒരു പ്രത്യേക പ്രായത്തിൽ അവരെ നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ, ആ നെഞ്ചോട് ചേർത്ത് പിടിക്കൽ എല്ലാ പ്രായത്തിലും എല്ലാ സാഹചര്യത്തിലും യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മള് പീസ് റേഡിയോയിലെ ആരിസ്മോലിയും ഞാനിവിടെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നേഹക്കൂട്. കഥ കിടക്കുന്ന കൗമാരം എന്നാണ് എന്റെ പേര്. നിങ്ങൾ കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് പിന്നെ നമ്മുടെ ഫീഡ്ബാക്കിൽ ചോദിച്ചാല് പുനഃപ്രക്ഷേപണത്തിൽ ഇട്ടുതരും കേട്ടോ. കഥ കിടക്കുന്ന കൗമാരം എന്നുള്ള എപ്പിസോഡ് ഒന്ന് പ്ലേ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടുതരും. നിങ്ങൾക്ക് റിവൈൻഡ് എന്നൊക്കെ കേൾക്കാം. എന്താണ്, ഒരു പ്രത്യേക പ്രായം എത്തുമ്പോ നമ്മൾ പറയും, നമ്മളെ ഉമ്മാരൊക്കെ പറയും, എന്താ ഉമ്മാര് പറയാ, ഓളും ചേർത്ത് വന്നൊക്കെ പറഞ്ഞതിനെ കുട്ടിയപ്പോ ഒന്നും പറയണില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഓലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കൽ തുടങ്ങും. കാരണം ടീനേജിലേക്ക് കിടക്കുന്നതോടുകൂടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പല വ്യത്യാസങ്ങളും വരുന്നുണ്ട്. അവർക്ക് പീരീഡ്സ് ആകുന്നു, പീരീഡ്സിന്റെ അനുബന്ധങ്ങളിലേക്ക് എത്തുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ വളർന്നു വരുന്നു.
ഇതൊക്കെ ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വപൂർവ്വം ഇടപെടുക, പെരുമാറുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഇനി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യണവര് യാതൊരു ഉത്തരവാദിത്വമല്ല ചെയ്യുന്ന ജോലിയോട്. അതെങ്ങനെങ്കിലൊക്കെയാണ്. പണിക്കാരെ വിളിച്ചാലും മര്യാദക്ക് കിട്ടൂല. ഇതിന്റെ കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവലോകനം ചെയ്യാം. അപ്പൊ ഒരു വിഷയം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അശുദ്ധമാകുന്ന സ്വകാര്യതയാണ്. അശുദ്ധമാകുന്ന സ്വകാര്യത വിവാഹ ജീവിതം നയിക്കുന്നവർക്കു തന്നെ, ആണിനും പെണ്ണിനുമൊക്കെ അവരുടെ ഫോണ് അവർ ലോക്ക് ചെയ്ത് വെച്ച് അവരവിടെ ഒരു പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വേറെ പലരോടും ചാറ്റ് ചെയ്യുന്ന, അല്ലെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു സഹോദരി അവരുടെ ശരീരത്തിലെ ലൈംഗിക ഭാഗത്തൊരു ചൊറി വന്നിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് അവരോട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു, എന്താ പറ്റി, നിങ്ങൾ എന്താണ്, നിങ്ങളെ പരിപാടി എന്താണ്, നിങ്ങളെ തൊഴിൽ എന്താണ്, ഇങ്ങനെ ചോദിക്കണം. അപ്പൊ എന്താ സംഭവം എന്ന് പറയാം, അവസാനം ഈ സ്ത്രീന്റെ വിഷയം വേശ്യകൾക്ക് വരുന്ന ഒരു തരം ചൊറിയാണ് ഇവർക്ക് വന്നത്. അപ്പൊ അത് ഇവർക്ക് വരാൻ സാധ്യതയല്ലല്ലോ. അപ്പൊ ഭർത്താവിനോട് വരാൻ പറഞ്ഞു. ഭർത്താവ് വളരെ കുറ്റബോധത്തോടു കൂടെ അതാണ് സമ്മതിച്ചു. ഞാൻ KSRTC വന്ന് ഇറങ്ങി ബൈക്ക് എടുക്കാൻ പോണേ, ബൈക്ക് വെച്ച സ്ഥലത്തേക്ക് ബൈക്ക് എടുക്കാൻ പോണേന്റെ ഇടക്ക് ഈ രാത്രിയിൽ അങ്ങാടിയിൽ ഇറങ്ങണേ ഒരു സ്ത്രീ വിളിച്ചു, അതിൽ അകപ്പെട്ടതാണ്. ഞാൻ എന്നാണ് ഇത് ചെയ്തത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അവളോട്, ഞാൻ എന്നാണ് തഹജ്ജുദ് സ്ഥിരമായിട്ട് നിർവഹിക്കാൻ തുടങ്ങിയത്, 3 മണിക്ക് എണീറ്റ് തഹജ്ജുദ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ മതി, അന്നാണ് അത് ചെയ്തത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് സംശുദ്ധ ജീവിതം നയിക്കുന്ന, ജീവിതത്തിൽ ബാക്കി എല്ലാ യോഗ്യതകളും പാലിക്കുന്ന ആളുകളും പലപ്പോഴും അവരുടെ പ്രൈവസിയിൽ പല പ്രശ്നങ്ങളുണ്ട്. പോണോഗ്രാഫി, വൃത്തികെട്ട വീഡിയോകൾ കാണുന്ന ഒരു സംസ്കാരത്തിലേക്ക് മനുഷ്യന്മാരെത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാമൂഹിക പരിസരം നമ്മുടെ മുന്നിലുണ്ട്. അത് ഞാൻ പോണോഗ്രാഫി വാച്ച് ചെയ്യലുണ്ട് എന്ന് ക്യാമ്പയിൻ ചെയ്യുന്ന, പോണോഗ്രാഫിയിൽ അഭിനയിക്കുന്നവരെ അഭിനേതാക്കളായി പരിഗണിക്കുന്ന, അവർക്ക് സൂപ്പർ പരിവേഷങ്ങൾ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ലോകത്ത് പെട്രോളിയം ബിസിനസിനെക്കാളും വലിയ ബിസിനസ്സാണ് പോണോഗ്രാഫി ബിസിനസ്. വൃത്തികെട്ട വീഡിയോകളിലേക്ക് ആളുകൾ അവരുടെ രാവും പകലും ചെന്ന് അതിന് അഡിക്റ്റായി കുടുംബജീവിതം തകർന്ന്, വ്യക്തിജീവിതം തകർന്ന് ആത്മനിന്ദയിൽ കഴിയുന്ന നമ്മുടെ ഇടയിലുണ്ട്. രക്ഷപ്പെടാൻ വഴിയില്ലേ? രക്ഷപ്പെടാൻ വഴിയുണ്ട്. ആരാ പറഞ്ഞത് വഴിയില്ലെന്ന്? ശരിയായ പരിഹാരമുണ്ട്. ഇതൊരു അഡിക്ഷനാണ്. ഇത്തരം വിഷയങ്ങൾ വളരെ ശക്തമാണ് സഹോദരങ്ങളെ. ഇത്തരം വിഷയങ്ങൾ വളരെ ശക്തമാണ്. 9ാം ക്ലാസ്സുകാരി ഗർഭിണിയാകുന്നു, 13 വയസ്സുകാരൻ ഗർഭത്തിന്റെ ഉടമസ്ഥനാകുന്നു. ആരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആരാ വാച്ച് ചെയ്യല്? നമ്മുടെ കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതൊക്കെ ഇത്തരം പല കാര്യങ്ങളുമാണ്. നിരന്തരം ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ അതിനോട് നോർമലൈസ് ചെയ്യപ്പെടും. അതൊരു പ്രശ്നമില്ലാതായി മാറും, അതൊരു വിഷയമേ അല്ലാതായി മാറും. മനസ്സിലായില്ലേ? അത് നമുക്കൊരു പ്രശ്നമേ അല്ലാതായി മാറും, അതിലൊരു ഞെട്ടലില്ലാതായി മാറും. മരണ വാർത്തകൾ കേൾക്കുമ്പോ, കൊലപാതകത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോ നമ്മൾ ഞെട്ടുന്നുണ്ടപ്പോ? ആരെങ്കിലും ഞെട്ടുന്നുണ്ടോ? പല നിലക്ക് ചുട്ടുകൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, കഷായം കൊടുത്തു കൊല്ലുന്നു, ഇങ്ങനെ പല ജാതി പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്നു. എന്തെല്ലാം ഐറ്റം കൊലകളാണ്. അതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഐഡിയകൾ ഉണ്ടാക്കുന്നു, ചാറ്റ് GPT കൊല്ലാനുള്ള പ്ലാൻ ചോദിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഇതിനോട് നമ്മൾ പോലും അങ്ങോട്ട് അതിലൊന്നും ഒരു ഞെട്ടലില്ലാത്ത ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനോനിലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തീരുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് ഒരു വിഷയമാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നം, തകരുന്ന സാമ്പത്തിക സാഹചര്യം. കടത്ര കോടികളാ കടം. ഓരോരുത്തർക്ക് കോടികളാണ് കടം. ഞെട്ടണ. അവനെന്താ പരിപാടി? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ റൂമില് ഭാര്യന്റെ മക്കൾക്ക് കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കളിയും ചിരിക്കായിട്ട് ഇങ്ങനെ ഇരിക്കണതിന്റെ ഇടക്ക് വലിയൊരു ബിസിനസ്മാൻ, ദീനിനെ നന്നായി സഹായിക്കുന്ന ഒരാള്, നമ്മളൊക്കെ ഒരുപാട് തവണ സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അയാള് പെട്ടെന്ന്, ഒരു പ്രശ്നമില്ലാത്ത ഒരാള് പെട്ടെന്ന്, എടി ഞാൻ പോകട്ടോ പറട്ടോ, അവിടെ സ്പോട്ടിൽ ഭാര്യന്റെ മുമ്പിൽ മരിച്ചണ് വീണു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇയാൾക്ക് കിട്ടാനുള്ള പൈസയും കാര്യമൊക്കെ നോക്കുമ്പോ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ അടുത്ത് മുമ്പേ 15 ലക്ഷം ഉണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള്, ബിസിനസ്സാണ്. അപ്പൊ എന്താ അറിയോ, നമ്മളിങ്ങനെ ഓരോ ഇൻസ്പിരേഷൻ ടോക്കുകൾ, മോട്ടിവേഷൻ ടോക്കുകൾ
ഓരോരുത്തരുടെ ബിസിനസ്സിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പിരാന്ത് കയറിയിട്ട് ഭയങ്കരമായിട്ട് വലിയ വലിയ ബിസിനസ് കൈക്ക് കിടക്കുക, ഒരു പഠനമില്ലാതെ ബിസിനസ്സുക്കും പരിപാടിക്കും കിടക്കുക, തലമുറകളായി ഉണ്ടാക്കി വെച്ചതൊക്കെ വിറ്റ് കടം തീർക്കുക, പിന്നെയും കടത്തു പോയി കൊടുക്കുക. ഇത് ഇന്ന് പുതിയ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ മിമ്പറുകൾ ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്, നമ്മുടെ പ്രഭാഷണ വേദികൾ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഒരു പഠനമല്ല കച്ചവടം തുടങ്ങുന്നിടത്ത്. എനിക്ക് വളരെ അടുത്തറിഞ്ഞ ഒരു സുഹൃത്ത് ഒരു ദിവസം വിളിച്ചു. ഈ കോവിഡ് സീസൺ ഇങ്ങനെ അവസാനിച്ചു വരുന്ന ഒരു സമയമാണ്. പിന്നെ ഇങ്ങനെ വിളിച്ചിട്ട് മൂപ്പര് ഒരു ബിസിനസ് തുടങ്ങണതിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ഒരു ഹോട്ടൽ തുടങ്ങാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടോ. ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ ഹോട്ടൽ തുടങ്ങണേ? അപ്പൊ നമുക്കറിയേണ്ട ഒരു സ്ഥലത്താണ് ഹോട്ടൽ തുടങ്ങുന്നത്. അപ്പൊ ആ സ്ഥലത്തായതുകൊണ്ട് അവിടെ ഒരു ഹോട്ടലിന്റെ യാതൊരു സാധ്യത ഇല്ല എന്നുള്ളത് അറിയുന്നോണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തുടങ്ങുന്ന ഹോട്ടല് അതിന് പാർക്കിംഗ് എത്ര ഉണ്ട് ചോദിച്ചാൽ? പാർക്കിംഗ് നോക്കണം എന്ന് പറഞ്ഞു. പാർക്കിംഗേ നോക്കണം എന്ന്. അവിടെ എത്ര ടേബിൾ ഉണ്ട് ചോദിച്ചാൽ? ഇപ്പൊ ഓൾറെഡി കച്ചവടം നടക്കുന്ന സ്ഥലമാണല്ലോ. ഇപ്പൊ അവിടെ പീക്ക് ടൈമിൽ എത്ര ആളൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു 8-9 ചോദ്യം മൂപ്പർക്ക് കൊടുത്തു. അതായത് നിങ്ങൾ തുടങ്ങല്ലേ, നിങ്ങൾ ഞാൻ വിളിച്ചല്ലേ, നിങ്ങൾ പറയുന്നത്. മൂപ്പര് പറഞ്ഞു വൈകുന്നേരമാണ് 4, 4:30, 5, 5:30 മണിയാണ് ഏറ്റവും പീക്ക് ടൈം. എന്താ ബംഗാളികൾ വന്നാണ് ഭക്ഷണം കഴിക്കണേ. ബംഗാളിക്ക് മാക്സിമം വേണ്ടത് ദാലും മറ്റേ സാധനമാണ്, വേറൊന്നും വേണ്ടി വരില്ല. ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യണ പൈസ എത്ര? അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു നിങ്ങൾ ആ പരിപാടിക്ക് നിൽക്കണ്ട, അത് പൂട്ടി പോകേണ്ടി വരും. ഒരു പഠനമല്ല. ഒരു ബിസിനസ്മാൻ അയാൾ വന്നിട്ട് 7-8 സ്ഥലങ്ങളിൽ നോക്കിയതിന്റെ ശേഷം അയാൾക്ക് അവസാനം അയാൾ കൊണ്ടുവന്ന 40 ലക്ഷം റുപ്യ എവിടെ ഇട്ടാലും പോകുന്നു മനസ്സിലായപ്പോ അയാൾ നമ്മളൊരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ബിസിനസ്സിന് കൊണ്ടുവന്നിട്ട് 40 ലക്ഷം ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു പള്ളി ഉണ്ടാക്കാം, അതാ ലാഭം എന്നാ തോന്നണം, ബാക്കിയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. കാര്യവട്ടത്തൊരു പള്ളിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് പള്ളി ഒക്കെ കാരണത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വില്ലേജ് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ പരാതി കൊടുത്ത് ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടെന്നോ ഏതോ ഒരു മാതൃഘടകത്തിന്റെ പേരിൽ എഴുതിച്ചതാണ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ആളുകൾ 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ടായിരിക്കും, എന്താ എനിക്കറിയില്ല. ഒരു തൗഹീദിന്റെ ഒരു ശബ്ദം അനക്കമില്ലാത്തൊരു പ്രദേശത്ത് വരുന്ന ഒരു പുതിയ പള്ളി, ഇങ്ങനെ വരുന്ന ഒരു പള്ളി, അതിന് എങ്ങനെയൊക്കെ ലോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആൾക്കാർ ചിന്തിക്കണേ. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ആൾക്കാരെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ ഉപകാരപ്പെടുമല്ലോ എന്നുള്ളവർക്ക് സൂചിപ്പിച്ചാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ധാരാളം സംഗതികൾ. ഇതേപോലെ ഓൺലൈൻ റമ്മികളുണ്ട്. ഒരു സഹോദരി അവര് കരഞ്ഞ് സങ്കടപ്പെട്ട അയാളുടെ കൂടെ ഞാനിനി ജീവിക്കൂല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ കാരണം ചോദിച്ചപ്പോഴാണ്, ഇയാൾ നല്ല നിലക്ക് കുടുംബം നോക്കിയ ആളാ. ഭാര്യന്റെ വീട്ടുകാർക്ക് വീട് വെച്ചെടുത്തു, ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിന്റെ ഒക്കെ കാര്യം നോക്കി, സ്വന്തമായിട്ട് വീട് വെച്ചു, മക്കളെയും ഭാര്യനെയൊക്കെ അത്രയും ശ്രദ്ധിച്ച ആള്. ഈ കോവിഡ് കാലത്ത് ജോലിയിൽ ഷിഫ്റ്റ് വന്നപ്പോ നല്ല ഒഴിവ് സമയം കിട്ടി, ഓൺലൈൻ റമ്മിയിൽ കയറി. ആദ്യം ഭാര്യന്റെ വീട്ടുകാർക്ക് വെച്ചെടുത്ത വീട് മൂപ്പര ആധാരത്തിലാണല്ലോ വിറ്റു. അതുപോലെ വേഗം മാറിക്കൊടുത്തു. അവനെന്തോ ബിസിനസ്സിൽ കടത്ത് കുടുങ്ങിയാണെന്നുള്ളവർക്ക് ഒക്കെ വിറ്റ് അവസാനം അവർ പറഞ്ഞു തരും, എന്റെ വാപ്പ എനിക്ക് തന്നൊരു കമ്മലുണ്ടായിരുന്നു ഉസ്താദേ, ആ കമ്മല് മൂപ്പരെടുത്ത് വിറ്റു, ഇനി ഞാൻ മൂപ്പരെ കൂടെ നിൽക്കൂല. അവസാനം നമ്മളൊക്കെ കൂടെ പറഞ്ഞ് ഡി അഡിക്ഷൻ സെന്ററിലാക്കി, 2-3 ഡി അഡിക്ഷൻ സെന്ററിലാക്കി, എന്നിട്ടൊരു കാര്യം ഉണ്ടായില്ല. അപ്പൊ അവസാനം കുടുംബം ഉപേക്ഷിച്ചു. വാപ്പയും അമ്മയോ അവരോട് പറഞ്ഞു, മോളെ നീ നിനക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കോ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അന്നെ നോക്കിക്കോളാം. അപ്പൊ നമ്മൾ ആരോടും പിരിയാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വേറെയും കുറച്ച് നിർദ്ദേശമൊക്കെ പറഞ്ഞു. മൂപ്പരും നിലവിളിച്ച് കൈയും കാലൊക്കെ പിടിച്ച്. പക്ഷേ അതൊന്നും പരിഹാരമായില്ല. എപ്പോഴും രണ്ടാളായിട്ട് ജീവിക്കാണ്. അദ്ദേഹം പറഞ്ഞു 20-22 കൊല്ലം ഒന്നിച്ച് ജീവിച്ച മനുഷ്യന്മാര് ഒന്നിച്ചെന്നെ ഉണ്ടാകുന്ന ആർക്കൊരു ഉറപ്പും വേണ്ട കേട്ടോ, ആർക്കൊരു ഉറപ്പും വേണ്ട. വളരെ യാദൃശ്ചികമായി ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തെ ഒരാളോട് തോന്നുന്ന ഒരു സംഗതി, അതിലൂടെയുള്ള ഒരു ചാറ്റ്, അതോടുകൂടെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ശബ്ദത്തിൽ ഒരു ദാമ്പത്യം അത് വഴിമാറുകയാണ് സഹോദരന്മാരെ, സഹോദരികളെ. അപ്പൊ അതുകൊണ്ട് ചെറിയ പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയണത്. തകരുന്ന സാമ്പത്തിക സ്ഥിതിയാണ് ഒന്ന്. വേറൊന്നും എന്താ അറിയോ? ബ്രാൻഡുകളുടെ ഭ്രാന്ത്. എല്ലാം ബ്രാൻഡ്. കുപ്പായം ബ്രാൻഡഡ് ഷർട്ടേ പറ്റുള്ളൂ. ഫോണ് ബ്രാൻഡഡ്, ഐഫോണ്, ഐപാഡ്, ഐപോഡ്, ഇയർപോഡ് ഒക്കെ അതേ പറ്റുള്ളൂ. എന്നാ ഓന്റെ അടുത്ത് 5 പൈസന്റെ വകുപ്പില്ല. പിന്നെ ഫോണ് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റും. 14 വരുമ്പോ 14 Pro വന്നു, പിന്നെ 15 വന്നു, അല്ലെ 16 വന്നു, 17 വന്നു. അയിമക്ക് ഇങ്ങനെ ചാടാണ്. എത്ര 1.5 ലക്ഷം 2 ലക്ഷം.
എന്നിട്ട് അതിന്റെ കവറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഷൂ അങ്ങനത്തെ പ്രത്യേക ഷൂ. മാനസികം എന്ന് പറയുന്നത് ചെങ്ങലക്കിട്ട് ചെല്ലിലാക്കണേന് മാത്രമല്ല മാനസികം എന്നറിയാം. ഇതൊക്കെ പിരാന്താണ് സഹോദരന്മാരെ. ഇതിന്റെയൊക്കെ പേരാണ് അഡിക്ഷൻ. കഞ്ചാവ് അടിക്കണേനും ചാരായ അടിക്കണേനും മാത്രമൊന്നുമല്ലത് പറയാം. പുതിയ തലമുറ അകപ്പെട്ടിട്ടുള്ള ചതിക്കുഴിയാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തകനായ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ഒരു ഉമ്മ വന്നു. ഉമ്മാന്റെ മൂക്കുന്ന് ചോര വരികയാണ്. മനസ്സിനൊരു സമാധാനം വേണമെന്ന് പറഞ്ഞ വന്നത്. എന്താ കാര്യം? വാപ്പല്ലാത്ത കുട്ടിയാവും, ഐഫോൺ വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു എന്നാണ് ഉമ്മ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കും എന്നാവും പറയുന്നത്. അല്ലേ? നിങ്ങളെ മോളോട് വെറുതെ വെച്ചോക്ക്, മോളെ ഐഫോൺ വേണോ വെച്ചോക്ക്. എന്റെ ഫോൺ നിങ്ങൾ എടുത്താലേ അതിലൊരുപാട് സെൽഫി കാണാം. ഞാൻ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കൽ ഈ ഐഫോണത്തെ സെൽഫിമാണ്. 1000 സെൽഫി എങ്കിലും ഉണ്ടാവും. ഞാൻ ഫോൺ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ് കേട്ടോ. എന്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയാണ്. ആവതില്ലോ വാങ്ങിക്കോട്ടെ, ആവതില്ലാത്തോ വാങ്ങായിരുന്നാൽ. അപ്പോ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താ അറിയോ? സഹോദരന്മാരെ, ഇതേപോലത്തെ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, അഞ്ചാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വിവാഹ ജീവിതത്തോട് മടുപ്പും വിവാഹത്തിനോടുള്ള പേടി ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമുക്ക് കള്ളുടിയന്മാരെ കുറിച്ച് പറഞ്ഞ് പിരിയേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വിവാഹ ജീവിതത്തിനോട് പേടി. കല്യാണം വേണ്ട, ഡിഗ്രി ആകുമ്പോൾ പറയും PG കഴിയട്ടെ, PG ആകുമ്പോൾ പറയും ജോലി കിട്ടട്ടെ, ജോലി കിട്ടുമ്പോൾ പറയും എനിക്കിപ്പോ സ്വന്തമായിട്ട് ജീവിക്കാനും മുന്നോട്ട് പോകാനൊക്കെ ഉള്ള. കല്യാണം എന്ന് പറഞ്ഞാൽ അതിനുള്ളതല്ലേ. എനിക്ക് അതിനുള്ള അവസ്ഥയൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ നോക്കിക്കൊള്ളാറ് കേട്ടോ. അങ്ങനത്തെ ഒരു പുതിയ ട്രെൻഡിലേക്ക് പോവുക. ഇനി ആൺകുട്ടികളാണെങ്കിലോ ഒരു ഷവർമ്മ വാങ്ങണ ലാഘവത്തോടെയാണ് പോയി പെണ്ണിട്ടുണ്ടായി. എന്നിട്ടോ 1-ാമത്തെ ദിവസം കല്യാണം കഴിഞ്ഞ്, 2-ാമത്തെ ദിവസം കഴിഞ്ഞ്, 4-ാമത്തെ ദിവസം ഓലമ തെറ്റി, 5-ാമത്തെ ദിവസം ഡൈവോഴ്സ്. അത് ഞങ്ങൾ രണ്ടാളും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പിരിയാൻ തീരുമാനിച്ചു പറഞ്ഞു. പണ്ടേനും വിറകും കൊള്ളിടിക്കലും വട്ടത്തിടിക്കലൊക്കെ ഓല് രണ്ടാളും കൂടി വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടാ വാപ്പാനോട് പറഞ്ഞത്. കഴിഞ്ഞൊരു 2-3 മാസം മുമ്പ് ഒരു വാപ്പ വിളിച്ചു, നല്ല നിലക്ക് കല്യാണമൊക്കെ നടത്തി മൗലവി. ഓല് രണ്ടാളും ചർച്ച ചെയ്ത് അവരുടെ പിരിയലിനുള്ള വക്കീലിനെ പേപ്പറൊക്കെ റെഡിയാക്കിയതിന്റെ ശേഷം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒന്നിച്ച് ജീവിച്ചാൽ ശരിയാവില്ല. ഓല് പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് സംഭവം, പക്ഷെ ജീവിച്ചു തുടങ്ങിയപ്പോ കഴിയൂല. അപ്പോ 2 വാപ്പാരും ഒത്തു, ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ചെലവ് തരണം എന്ന് പറഞ്ഞു. 2 വാപ്പാരും ഒത്തു, ഓലെ കൊണ്ട് കരാർ എഴുതിപ്പിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ എഴുതിപ്പിച്ചോളി പറഞ്ഞു. അങ്ങനെ വിടാൻ പാടില്ല. ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് നിശ്ചിത തുക 2 വാപ്പാർക്കും കൊടുക്കണമെന്ന് കരാർ എഴുതിപ്പിച്ചു. അല്ല എന്താ കുതിരളിക്കുക, നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണം കഴിപ്പിക്കുക. എന്നിട്ടോ അടുത്ത ദിവസം എന്താ നമ്മളെ കുട്ടികളൊക്കെ തലി കയറിയത് എന്താ? ഒരു കുട്ടി 3-ാം ദിവസം പെരീക്ക് വന്നിട്ട് എന്താ പ്രശ്നം എന്നറിയോ? പെരീക്ക് വന്ന് വാതിലടച്ചു. വാതിൽ കുറെ തട്ടി വിളിച്ചുമ്മ. അങ്ങനെ ഉണ്ട് ചില പെൺകുട്ടികള്, അങ്ങനെ ഉണ്ട് ചില ആൺകുട്ടികള്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരെ കയറി വാതിലടക്കും. അല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം ഞാൻ അവസാനിപ്പിച്ചോളാം എന്നൊക്കെ പറയും. ഈ സാധു ഉമ്മ രാത്രി മുഴുവൻ ഉറക്കം വെച്ച് ടെൻഷൻ അടിച്ചിരിക്കും. ഇവള് കൂർക്കം വലിച്ചുറങ്ങും. ഈ കുട്ടികൾക്കൊക്കെ ഞാൻ പറയണത്, ഈ വല്ല കുട്ടികളും കേൾക്കണ്ടേ പറയണേ, നമ്മളെ വയറ്റിന്റെ ഉള്ളിലെ ഒരു കുഞ്ഞു ജീവൻ ഇങ്ങനെ തുടിച്ചു തുടങ്ങണ ആദ്യത്തെ ദിവസം നമുക്കിങ്ങനെ മനസ്സിലാവും ശരിക്ക് എന്റെ ഉമ്മനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. കാരണം ചെരിഞ്ഞു കിടന്നാ ഞാൻ കൗന്നു കിടന്നാ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? കടക്കാൻ കഴിയില്ല അപ്പൊ ഇരിക്കാൻ കഴിയില്ല അപ്പൊ ചാരി ഇരിക്കും. പുറത്തെ നിലാവെളിച്ചത്തിൽ, ഇങ്ങനെ ഉഴുതിറങ്ങുന്ന നിലാവെളിച്ചത്തിൽ കാണുന്ന ആ ചിത്രങ്ങളിൽ സ്വന്തം കുഞ്ഞിന്റെ മുഖം കണ്ട് വേദനയോടുകൂടെ വയറ്റത്ത് തടവിയിരിക്കുന്ന ആ ഒരു ഗർഭകാലത്തിന്റെ നൊമ്പരങ്ങൾ അതൊക്കെ കിട്ടുമ്പോൾ അപ്പോഴേക്ക് സാധു ഉമ്മ മീസാങ്കല്ലിന്റെ താഴെ പോയിട്ടുണ്ടാവും. കുട്ടികളെ നല്ലോണം ആലോചിച്ചോളി കേട്ടോ. പുതിയ ജനറേഷന്റെ ക്ലാസ് മുറി ചർച്ചകളുടെ, ഇൻസ്റ്റഗ്രാമിന്റെ റീലുകളുടെ, ഷോർട്സിന്റെ, ഇവിടുത്തെ ചില ഭ്രാന്തൻ ഗായകന്മാരുടെ വരികളുടെ ഒക്കെ സ്വാധീനത്തിൽ തകരുന്ന പുതിയ തലമുറയോട് ഞാൻ പറയാണ്, ഗൗരവതരമായ ചിന്ത ആവശ്യമുണ്ട്. അപ്പൊ ഈ കുട്ടിനെ അമ്മ തട്ടി വിളിച്ചപ്പോ പറഞ്ഞു, ഓനൊരാണല്ല, നിങ്ങ വേണ്ട, പോയിക്കോളിയാറോ. ഓളവിടെ കിടന്നു. അപ്പൊ അമ്മ അവള് താത്താനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ താത്താര് കുറച്ചുകൂടി പുതിയ തലമുറ ആയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവളെ പറഞ്ഞേക്കണ്ട. അപ്പൊ ഇവര് വിചാരിച്ചെന്താ, ഇവർക്ക് ബെഡ്റൂമിൽ കിട്ടേണ്ട സെക്സോ അനുബന്ധങ്ങളൊന്നും കൊടുക്കാൻ കഴിയാത്ത, ശേഷിയില്ലാത്ത ഒരാളാണെന്ന്. അപ്പൊ ഇളയത്താത്ത ചോദിച്ചു, അല്ലാതെ 3 ദിവസം കൊണ്ട് ഇതൊക്കെ തീരുമാനമാകും? 3 ദിവസം കൊണ്ട് ഇത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ തീരുമാനമാകും? അപ്പൊ ചോദിച്ചപ്പോ എന്താ പറയാ, അയാൾക്ക് കട്ടിമീശല്ല, അയാള് ബുള്ളറ്റ് ഓടിക്കാൻ അറിയില്ല. അപ്പൊ നമ്മളെ കുട്ടികളെ തലച്ചോറിന്റെ ഉള്ളിക്ക് കയറുകയാണിതൊക്കെ.
കുറെ സാധനങ്ങൾ കയറിയിട്ടുണ്ട്. ആ കയറിയതുമെന്നാണ് ഈ പറയണതൊക്കെ വരുന്നത്. ഞാനൊന്ന് സ്റ്റേബിൾ ആകട്ടെ, എന്നിട്ട് വിവാഹം കഴിക്കാം, അല്ലെ? ഞാൻ ആ വിഷയത്തിലേക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയതിന്റെ ശേഷം വരാം. ഇരിക്കട്ടെ. ഇനി വേറൊരു സംഗതി എന്താ? വേറൊരു സംഗതി പിന്നെ വിവാഹ ജീവിതത്തോടും അടുപ്പുണ്ടാകുമ്പോ തന്നെ ബെസ്റ്റിയാണ് പുതിയ ട്രെൻഡ്. നിങ്ങളിപ്പോ പ്രേമത്തെ കുറിച്ചൊക്കെ സംസാരിച്ച പുതിയ കുട്ടികളൊക്കെ പറയും, ഇയാളേത്, ആർക്കും അവിടെ പ്രേമം? പ്രേമൊന്നുപ്പല്ല, ഇപ്പൊ പ്രേമല്ല, ഇപ്പം ബെസ്റ്റിയാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസത്തിന്റെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തൊരു കാര്യം, ഇപ്പൊ ബെസ്റ്റ് ടീം ഒന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് പറയണില്ല, ചിലപ്പോൾ അറിയാത്ത കുറച്ച് കുട്ടികളുണ്ട്, ഓൾക്ക് എന്റെ അടുത്തുനിന്ന് കിട്ടണ്ടല്ലോ കേട്ടോ. അപ്പൊ ഒരാൾക്ക് 3 പെണ്ണ് വരെ ആകാം. ഒരു ബോയ്ക്ക് ഒന്നയാളുടെ ബെസ്റ്റി, 2 ലവർ, 3 അയാളുടെ സെക്സ് ചോദിക്കേണ്ട ആള്. ഇതൊക്കെ നമ്മളെ കുട്ടികൾ പോണ ക്യാമ്പസിലുള്ളതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ ഇങ്ങനത്തെ പിന്നെ ഇതിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സമൂഹത്തിൽ ഇങ്ങനെ മൈക്ക് നീട്ടിയിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് ഇപ്പൊ നമ്മളൊക്കെ തന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിച്ചത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. ഞാൻ ഇത് ബോധ്യപ്പെടാത്തവർക്ക് വേണ്ടി റെഫറൻസ് പറയാം. ഞാൻ ഭയങ്കര പ്രഭാഷകനാന്നുള്ളവർക്ക് പറയല്ല. ഇതൊക്കെ അതിന്റെ ക്ലിപ്പുകൾ കാണിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കാം. അപ്പൊ ഒരു കുട്ടി ചോദിക്കാം, കുഴപ്പമില്ല. വേറൊരു കുട്ടി, അത് പുതിയ കാലല്ലേ, അതൊക്കെ ആകാം. അപ്പൊ ഒരു ഗ്ലാസ് സർബത്ത് വാങ്ങിത്തരുമോ ചോദിക്കണ മാതിരി നീ എന്റെ കൂടെ വരുവോടി എന്ന് ചോദിക്കാം. അപ്പൊ അടുത്ത കുട്ടി, ഞാന് ചോദിക്കണവർക്ക് ചോദിക്കാം, പക്ഷെ ഞാന് അതിന് വില്ലിങ് അല്ല. അവസാനം മഫ്തൊക്കെ ഇട്ടൊരു കുട്ടി എന്നോട് ചോദിച്ചാൽ കണ്ണും മൂക്കും കൂട്ടി ഒന്നും കൊടുക്കുന്നവർ. അങ്ങനെയാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കാമെന്നുള്ള വീഡിയോന്റെ ആമുഖത്തിൽ കാണുക തട്ടമിട്ട പെൺകുട്ടിനെയാണ്. തട്ടമിട്ട പെൺകുട്ടിനെ കാണുന്നതോടെ റേഞ്ച് കൂടി, വേഗം ആൾക്കാർ കയറി നോക്കി, അല്ലെ? അപ്പോ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്നത് ശരിയാം വിധം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. മറ്റൊന്ന് ലഹരിയാണ്. ഞാൻ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് ലഹരി പറയാണ്. എന്താ ലഹരി എങ്ങനെ കയറി വരണേ? നമ്മൾ വിചാരിക്കുകയാണ് സേഫാണെന്ന് വിചാരിക്കണ ഏതും നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വരാം. ഞാൻ ഈ പറഞ്ഞ ഓരോന്നിനും നമ്മളെ വീട്ടിലേക്ക് വരുന്നതിന്റെ ഉദാഹരണം എനിക്ക് പറയണ്ടാകും. അപ്പൊ നമുക്ക് പരിഹാരം പറയാൻ സമയം ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യാതെ പോകുന്നത്. ഇപ്പൊ ഒരു കുട്ടി, അവളുടെ ഉമ്മ വിളിക്കാണ്, എന്താ ശനി ഞായറും അവള് ഭയങ്കര ദേഷ്യം, ഭയങ്കര ഭയങ്കര പ്രശ്നം, പ്രതിഷേധമൊക്കെയാണ് ഈ കുട്ടി. അപ്പൊ ഒരു സൈക്കാട്രിക് സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ വിളിച്ചു, ഇപ്പൊ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടറോട് ഈ സംസാരിച്ച ആൾക്ക് തോന്നിയ ചില പോയിന്റുകൾ പറഞ്ഞു കൊടുത്തു. അവളുടെ മൂത്രം ടെസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോ അവളുടെ ബ്ലഡിൽ കഞ്ചാവിന്റെ കണ്ടന്റ് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ഇരുത്തി ചോദിച്ചപ്പോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ ബെസ്റ്റി. ആ ബെസ്റ്റ് ഫ്രണ്ട് എന്നും അവളെ കാണും, ചുയിങ്കത്തിന്റെ ഉള്ളിൽ ചെറിയൊരു പീസ് കൊടുക്കും. അവനെ വിളിച്ചു വരുത്തിയപ്പോ പറഞ്ഞെന്താ, നിങ്ങൾ അവളോട് ചോദിക്കും, ഞാൻ അവളെ തൊട്ടിട്ടുണ്ടോന്ന് ചോദിക്കും. എനിക്ക് സമയമാവുമ്പോ ഞാൻ അവളുടെ വീട്ടിൽ കയറി ചോദിക്കും, എന്നിട്ട് കൊണ്ടുപോകും. ഞാൻ നല്ലോണം പഠിക്കണ ആളാണ്, നിങ്ങൾക്ക് എന്റെ മാർക്ക് ലിസ്റ്റ് ഇതാ, മറ്റേതാ, അത് അവള് നല്ലോണം പഠിക്കണ കുട്ടിയാണ്. അപ്പൊ എന്തിനാ ഇത് ചെയ്തു? ഒന്നുമില്ല, ഞാൻ വളരെ ചെറിയൊരു ഇതേ കൊടുത്തിട്ടുള്ളൂ. അത് എനിക്ക് അവളോട് എന്നും സംസാരിക്കണമെങ്കിൽ അവൾ എന്റെ അടുത്ത് വരണം, അതിനു വേണ്ടി മാത്രം. അതൊക്കെ റിക്കവർ ആകാവുന്ന, സയൻസാണ് പിന്നെ പറയണത്. ഓനെ റിക്കവർ ആകാവുന്ന ഒരു ഡോസേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം അവൾക്കുള്ളത് എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അവളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാലും ഓനെ നേരാക്കി എടുത്തോളാന്നാണ് ആ കുട്ടിന്റെ വാദം. ഞാൻ ഓന്റെ കൂടെ തന്നെ പോയിക്കോളാം, എന്നാണ് ഓലെ നേരം. അപ്പൊ ലഹരി നമ്മുടെ അടുത്തേക്ക് എങ്ങനെ വരിക എന്നത് വളരെ ക്ലിയറാ. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ലഹരി വരിക? നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ലഹരി നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഞാൻ പറയണത്. അവളുടെ ക്ലാസ്സിലെ എത്രയോ കാലമായിട്ട് പങ്കെടുക്കണ്ടോ? ആരൊന്ന് എണീറ്റ് പറഞ്ഞല്ലോ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോ ഇങ്ങനെ നമുക്ക് പിന്നെ ലഹരി ഒരു വിഷയമാണ്. പെൺകുട്ടികളുടെ ഇടയിലുള്ള ലഹരി. ഒരു ഉമ്മ മോളെ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ട് എന്താണ് ന്യൂ ഇയറിന്റെ അന്ന് ബിയർ അടിക്കണ വീഡിയോ ആണ് കാണുന്നത് ഉമ്മ. അപ്പൊ കുട്ടിക്കിത് ഷൂട്ട് ചെയ്യണത് പോലെ ഒരു പ്രശ്നമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് കണ്ടിട്ട്, പക്ഷെ ഉമ്മ ബുദ്ധിപരമായ ഒരു കാര്യം, നമ്മളമ്മമാര് ഇങ്ങനത്തൊക്കെ കണ്ടെന്താ ചെയ്യാ? ചിലന്മാരെ ആണ്ട് ബോധം കെട്ടുപോക്കും, വേറെ ചിലന്മാരാണ്ട് ആർത്തുനിന്ന് ഒളിച്ചു, വേറെ ചിലത് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് കൊക്കിപ്പാറും. ഇതൊന്നല്ല ഉണ്ട്. അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. നിങ്ങളെ ഒരു എല്ല് പൊട്ടിയ എല്ല് ഡോക്ടർക്ക് പോകൂലേ? മൂക്കിന് കേടുവന്ന ENT ഡോക്ടർക്ക് പോകൂലേ? അതേപോലെ ഇങ്ങനത്തെ വിഷയങ്ങൾ അറിയുന്ന ആളുകളോട് ചോദിക്കണം, ഞാൻ എന്താ ചെയ്യണ്ടു, കുട്ടിന്റെ അവസ്ഥ എന്നതാണ്, ഇങ്ങനെയാണ്. അപ്പോ വളരെ ബുദ്ധിപരമായ പ്ലാന് പറഞ്ഞുതരും.
പക്ഷെ പലപ്പോഴും ഇങ്ങനെ ചോദിക്കൂല. കാരണം എന്താ അറിയോ? നാട്ടുകാരറിയും, ആൾക്കാരറിയും. എന്നിട്ട് അവസാനത്ത് ഇങ്ങനെ കൊണ്ടുപോയി എവിടെങ്കിലും കെട്ടിത്തൂങ്ങി മരിക്കുമ്പോ ആത്മഹത്യ ചെയ്ത ബോഡി വാങ്ങാൻ വേണ്ടി മോർച്ചറിക്ക് പോകും. അല്ലേ? അതുണ്ടാലേ ഞാൻ പച്ചക്ക് പറയാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഭയങ്കരാണ്. എന്താ? ഓരുടെ അഭിമാനം, ഓരുടെ തറവാടിന്റെ പേര് തേങ്ങാക്കൊലയാണ്. നമ്മളെ കുട്ടികൾ പോകുന്നത് അങ്ങനത്തെ ലോകത്തേക്കാണ്. ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നിരായുധരായിട്ടാണ് നമ്മൾ പറഞ്ഞേക്കണേ. മദ്രസയിൽ 5ാം ക്ലാസ് വരെ പഠിച്ചപ്പോ തന്നെ വലിയ പഠിപ്പായിരുന്നു അത്. സിആറി അപ്പുറത്ത് നടക്കേണ്ടതിൽ പങ്കെടുപ്പിക്കൂല. കാരണം എന്താ? ട്യൂഷന്, പരീക്ഷ, ഭയങ്കര സെമിനാർ, പ്രൊജക്ട്, ഇങ്ങനെയാണല്ലോ. ഡോക്ടറാക്കാനുള്ള ധൃതിയിൽ അവസാനം ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ കിട്ടും. നമ്മൾ ഈ കുട്ടിന്റെ പാരന്റിനെ വിളിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ നേരെ അവിടെ പോവുക, അപ്പാക്ക് വയ്യ, അപ്പാക്ക് നെഞ്ചുവേദന ഇളകിയിട്ടുണ്ടെന്ന് വരാൻ പറയാം. വേറെ ഒന്നും പറഞ്ഞാലും വരൂല. പാർണമാര് ഇവള് വന്നു, നേരെ അവളെ ലോക്ക് ചെയ്തു. കറക്റ്റ് ലോക്ക് ചെയ്തു. ഒരു പ്രശ്നമല്ല. അങ്ങ് ഓസ്ട്രേലിയയിൽ ഭർത്താവിന്റെ കൂടെ സ്വസ്ഥമായിട്ട് നല്ല അടിപൊളി ദാമ്പത്യം. ആ കറക്റ്റ് പ്രൊസീജിയറിലൂടെ പോയപ്പോ അൽഹംദുലില്ലാഹ് ഇന്ന് രക്ഷപ്പെടുത്താൻ പറ്റി. എല്ലാ കേസും ഇത് ബിയറാണ്, അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റി. ഇത് MDMA ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റൂല. MDMA ഒക്കെ ഉപയോഗിച്ച് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാര്. കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്കൊരു പരിപാടി പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ MBBS പൂർത്തിയാക്കിയ നമ്മുടെ ഒരു കുട്ടി, അവൻ ആദരിക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അവന്റെ സംസാരത്തിൽ അവൻ പറഞ്ഞു, എനിക്ക് വളരെ ചെറിയ എക്സ്പീരിയൻസ് ഉള്ളൂ. എന്റെ എക്സ്പീരിയൻസിൽ ഞങ്ങളുടെ മുന്നിൽ വന്ന MDMA രോഗികളായ ആളുകൾ 2 എക്സിറ്റ് അവർക്കുള്ള. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അതിന് രക്ഷപ്പെടും. 1 ടൈം യൂസ് ചെയ്താൽ. നമുക്ക് ന്യൂ ഹോപ്പ് എന്നുള്ളൊരു സ്ഥാപനമുണ്ട് പെരിന്തൽമണ്ണയിലെ ന്യൂ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനം. അവിടെ നമ്മൾ ക്ലാസ്സിന് ഇടക്ക് പോകും. അപ്പൊ ഒരു കുട്ടി, അപ്പൊ അവന് ഈ നമ്മളൊക്കെ ഇടവണ്ണയോടൊക്കെ ചേർന്ന ഒരു പ്രദേശത്തുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് ഭാരവാഹിത്വമൊക്കെ ഉള്ള ഒരു ആളുടെ മോനാണ്. അങ്ങനെ തന്നെ പറയണത്, നമ്മൾ അങ്ങനത്തെ ഉത്തരവാദിത്വത്തിൽ ഉണ്ടാകുമ്പോ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട കെയർ, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളിൽ കെയറിങ് പ്രശ്നം നല്ലോണം ഉണ്ടാകും കേട്ടോ. കെയറിങ് പ്രശ്നം ഉണ്ടാകും. നിങ്ങൾക്ക് എത്ര പൊള്ളിയിട്ടും അസ്വസ്ഥപ്പെട്ടിട്ടും കാര്യമില്ല. ഉള്ളതുപോലെ പറയും. നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നാലും അതിൽ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കറിയാം. അപ്പോ ഈ കുട്ടിനെ അവിടെ സംസാരിച്ചപ്പോ ഇവൻ എങ്ങനെ പെട്ടതെന്നറിയോ? സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ അന്ന് റബ്ബർ തോട്ടത്തില് +2 കുട്ടികൾ ഇരിക്കണോടത്തേക്ക് ഈ 8ാം ക്ലാസ്സുകാരൻ പോയതാ. ചെന്നപ്പോ അവരിങ്ങനെ വലിക്കണം. അപ്പൊ ഒരു പഫ് എടുക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടായിരുന്നു. അപ്പൊ 8-10 കുട്ടിയാണല്ലേ എന്ന് വെച്ചു. 8-10 കുട്ടിയായിരുന്നു. എന്താ പറയുക, ഉമ്മയും ബാപ്പിയൊക്കെ പറയണത് പോലെ ജീവിക്കണ കുട്ടി. അതൊരു നെഗറ്റീവ് കുട്ടിയാ. എത്തവന്റെ കഥ. അങ്ങനെയാണ് കുട്ടികളുടെ ഇടയിലുള്ള സംസാരം. അപ്പൊ ഉമ്മയും ബാപ്പിയൊക്കെ പറയണ പോലെ ജീവിക്കണില്ല എന്ന് വരുത്തി തീർക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടി കുട്ടികൾ. നോർമലി മുടി വെട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞാല് ഓനെ ഒന്നുമല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു മോനെ വന്നിട്ട് പറഞ്ഞു, മാഷെ എന്നെ 8-10 എന്ന് വിളിച്ചോനെ. എന്താ അതിന്റെ അർത്ഥം? ഉമ്മിപ്പൊക്കെ പറയണ പോലെ നല്ല നിലക്ക് ജീവിക്കുന്ന കുട്ടിയെന്ന് വിളിച്ചത് ഓന് കരഞ്ഞാവെന്ന് പറയണേ. എന്നാലോചിച്ചോക്കെ നിങ്ങള്. അപ്പൊ വാങ്ങിട്ടൊന്ന് വലിച്ചപ്പോ ഈ സിഗരറ്റിന്റെ ഉള്ളില് കഞ്ചാവാണ് സാധനം. അതാണ് കയറി. പിന്നെ പോന്നിട്ടില്ല. അപ്പൊ പറഞ്ഞതരാം, ഞാൻ 3 ഡി-അഡിക്ഷൻ സെന്ററിൽ പോയി, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, ഇനിയും രക്ഷപ്പെട്ടില്ല. എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവനാന്റെ മക്കളെ നല്ലോണം നോക്കിക്കൊള്ളി. പിന്നെ മറ്റുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ചില വിദേശ സ്വാധീനങ്ങളാണ്. K-ഡ്രാമ, അതേപോലെ തന്നെ BTS എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. എന്താ, കൊറിയ കേന്ദ്രീകരിച്ച് വരുന്നതാണ് ഈ അതിലെന്താ വെച്ചാൽ ആ ഫിലിമിന്റെ പ്രത്യേകത ഈ പറയുന്ന സെക്സും സാധനമൊന്നും അങ്ങനെ അതിൽ വലുതിനുണ്ടാവില്ല എന്നാണ് അത് കാണുന്ന ആൾക്കാർ പറയുന്നത്. അപ്പൊ കാണുന്ന ഒരാൾക്ക് അത്യാവശ്യം നിസ്കരിക്കും നോമ്പുകൾക്കൊക്കെ പറ്റിയ ആളുകൾക്ക് കാണാൻ പറ്റിയതാണ് അതിന്റെ വെപ്പ് കേട്ടോ. ഈ K-ഡ്രാമ നന്നായിട്ട് കണ്ടൊരു കുട്ടീനോട് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ആ കുട്ടി പറഞ്ഞ ജസ്റ്റിഫിക്കേഷനുകളാണ്. എന്താ, ഡ്രസ് കോഡ് ഭയങ്കര ബോറിംഗ് ഡ്രസ് കോഡ് ഉണ്ടാവില്ല. എന്നിട്ട് ഒരു വല്ലാത്ത ജീവിതമാണ് ഇതിൽ പ്രസന്റ് ചെയ്യണത്. ഒരു താഴ്വാരത്തിൽ, ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ പ്രണയത്തിൽ, സ്നേഹത്തിൽ ഇങ്ങനെ വിടർന്നാടുന്ന 2 സുന്ദരന്മാര്. മുഖത്തൊരു ചെറിയ പുള്ളി പോലും ഉണ്ടാവില്ല. നമ്മളെ കുട്ടികൾ കഷ്ടപ്പെട്ട് മുഖം പുട്ടിയിടുന്ന കണ്ടിട്ടില്ല നിങ്ങള്? എന്താ കാര്യം? ഈ K-ഡ്രാമയുടെ ഒക്കെ സ്വാധീനാണ്. ഒരു കുട്ടി, അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടി, അവൻ എന്ത് ചെയ്തു എന്നറിയോ?
അവന് പിന്നെ നാടുവിട്ടു. പോലീസ് പൊക്കിയപ്പോ അവസാനം കൗൺസിലിംഗ് സെഷനിൽ എത്തിയപ്പോ പറഞ്ഞ കാര്യം എന്താ അറിയോ? അവനൊരു ഹോട്ടലിൽ പോയി ജോലി ചെയ്യാണ് കോഴിക്കോട്. അവന് കൊറിയയിൽ പോകാൻ പൈസ ഉണ്ടാക്കുകയാണ്. ഇത് കണ്ടിട്ട് തലക്ക് പിടിച്ചിട്ട് കൊറിയയിലെ ആ ജീവിതം, അപ്പൊ കൊറിയയിലേക്ക് പോകണം. അപ്പൊ കൊറിയയുടെ ബിസിനസ് സാധ്യതകളെ, മാർക്കറ്റിംഗ് സാധ്യതകളെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്ട്രാറ്റജിസ്റ്റിന്റെ പദ്ധതിയിൽ കുടുങ്ങി നമ്മുടെ കുട്ടികൾ സ്വീപ്പാകുന്നു. BTS എന്ന് പറയുന്നത് ഒരു ഡാൻസ് ടീമാണ്, 7 അംഗങ്ങളുള്ള ഒരു ഡാൻസിങ് ടീമാണ്. നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നൂല. പക്ഷേ മലയാള മനോരമ ഒരു ആർട്ടിക്കിൾ ചെയ്തു, BTS വാച്ച് ചെയ്യുന്ന കുട്ടികൾ അവസാനം ആത്മഹത്യയിലേക്ക് എത്തുന്നതിന്റെ വമ്പിച്ച കണക്കുകൾ, എണ്ണമറ്റ കണക്കുകൾ. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇത് കേൾക്കുന്ന കുട്ടികളെ കണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ. ആത്മഹത്യ ചെയ്യണ ഒരാൾ നേരം വെളുക്കുമ്പോ രാത്രികൾ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല. ആക്സിഡന്റ് ആണ് മരിയ. ആക്സിഡന്റ് ആണെന്ന് എഴുതിയിട്ടുള്ള ആക്സിഡന്റ് ആണ്. ഒരു പ്രത്യേക മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക, നമ്മൾ കാല് തന്നെ വീണ പോലെ മനസ്സിന് ഡൗൺ ആണ്, അപ്പണ്ട് സംഭവിക്കണമെന്ന് ആത്മഹത്യ. സാഹചര്യം ഒത്തു വരുമ്പോൾ സംഭവിക്കണമെന്ന് ആത്മഹത്യ. ഇപ്പൊ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളിൽ ആത്മഹത്യ കൂടുന്നു എന്നാണ് കണക്ക്. തള്ളണമെന്നല്ല, എടുത്ത് പരിശോധിച്ചോളി. സുക്കർബർഗ് എന്ന് പറയണേ ഇതിന്റെ CEO, അയാള് ഫേസ്ബുക്ക് ഔട്ടാകുമെന്ന് കണ്ടപ്പോ പർച്ചേസ് ചെയ്തതാണ് ഈ വേറൊരു ടീമിന്റേതായിരുന്നു ഇൻസ്റ്റഗ്രാം. അയാളെ വിചാരണ ചെയ്യുന്ന അമേരിക്കയിലെ ഏജൻസിക്ക് മുന്നിൽ അയാൾ ഇരിക്കുമ്പോ പിന്നിൽ പ്ലക്കാർഡ് ഉയർത്തിയിട്ട് ഇൻസ്റ്റ കാരണം മരിച്ച ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് പ്ലക്കാർഡ് പിടിക്കുന്ന 100 കണക്കിന് അമ്മമാരുടെ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. പച്ച മലയാളത്തില് എന്താ സുക്കർബർഗിനെതിരെയുള്ള അമേരിക്കയിലെ അമ്മമാരുടെ ക്യാമ്പയിൻ നിങ്ങൾ ടൈപ്പ് ചെയ്തെടുത്താൽ മതി, വേറൊരു ആവശ്യമല്ല. അത് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും, ഞാൻ പറഞ്ഞ വീഡിയോ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. മറ്റൊന്ന് പഠനവുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളാണ്. പുതിയ തലമുറ അനുഭവിക്കുന്ന പ്രശ്നമായിട്ടാണ് ഞാൻ ഇതിനെ പറയുന്നത്. എങ്ങനെങ്കിലും ഡോക്ടർ ആകണം. അതിനെന്ത് ചെയ്യും? വാപ്പ സ്ഥലവും ഭൂമി ആധാരമൊക്കെ ഈടിന് വെച്ചിട്ട് ലോൺ എടുത്തിട്ട് ഉസ്ബെക്കിസ്ഥാനേക്കും അങ്ങനെ പല സ്ഥലത്തേക്കും പറഞ്ഞേക്കും. ഈ പറഞ്ഞേക്കണ സ്ഥലത്ത് എന്താ അവിടുന്ന് ഇങ്ങനെ ഈ പരസ്യങ്ങൾ കണ്ടിട്ടാണ്. ഒരു കുട്ടി, ദരിദ്ര കുടുംബത്തിലൊരു കുട്ടി, അവളിങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫ്ലൈറ്റ് കയറുന്നു. അപ്പൊ വളരെ പ്രായം ചെന്ന ദരിദ്രരായ മാതാപിതാക്കൾ, കർഷകരായ മാതാപിതാക്കൾ ഇങ്ങനെ കൈവീശി അയക്കുന്നു. അവൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു, അവളിങ്ങനെ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ചിത്രം. അവിടെ പോയി ഇറങ്ങുന്നു, അവിടുത്തെ വിശാലമായ യൂണിവേഴ്സിറ്റി, അവിടെ പഠിക്കുന്നു, അവസാനം ഡോക്ടർ ആകുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് കണ്ടിട്ട് തരിപ്പ് കയറി നമ്മുടെ കുട്ടികളെ. എന്നാൽ ഈ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന അവിടെ ഒരു പ്രത്യേക പരീക്ഷ എഴുതി പാസ്സാകണം. ഇവിടെ നീറ്റ് പരീക്ഷ എഴുതിയാൽ പിന്നെ റാങ്കിൽ വരാത്തത് കൊണ്ടാണ് അവൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാത്തത്. ഇവിടുത്തെ നീറ്റ് പരീക്ഷ, ഇവിടുത്തെ അനുബന്ധ കാര്യങ്ങൾ വിജയിക്കാത്ത ആ കുട്ടി എങ്ങനെ അവിടെ പോയിട്ട് അതിലേറെ കട്ടിയുള്ള ആ പരീക്ഷ അവിടെ ജയിക്കുക? അപ്പൊ അവിടെ ഒരിക്കലും അവൾക്ക് ജോലി കിട്ടൂല. പിന്നെ അവിടെ ഉസ്ബെക്കിസ്ഥാൻ ഭാഷ അറിയണവർക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ പബ്ലിക്കായി പറഞ്ഞപ്പോ ഇത് വലിയ മാഫിയാണ്. എല്ലാ സംഘടനകളെയും സംവിധാനങ്ങളൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന വലിയ ബിസിനസ്സാണ്. അപ്പൊ ഭീഷണി വന്നു. വിശ്വ യൂത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അജ്മൽ ഈ വിഷയം വളരെ പബ്ലിക്കായി കഴിഞ്ഞ അഡ്മിഷൻ കാലയളവിൽ സമൂഹത്തോട് പറഞ്ഞു. നമ്മള് ഉസ്ബെക്കിസ്ഥാൻ എംബസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്ത് 2028 മുതൽ ഇവിടെ കൂട്ടാത്മഹത്യകൾ വരാൻ പോവാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും, അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനെതിരെ സംസാരിക്കുന്നു, മിമ്പറിൽ സംസാരിക്കുന്നു, ഇതുപോലത്തെ വേദികളിൽ സംസാരിക്കുന്നു. എന്റെ ശബ്ദം നിങ്ങൾ ടാപ്പ് ചെയ്ത് വെച്ചോ. 2028 ആവുമ്പോഴാണ് ഇതിന്റെ ആദ്യ ബാച്ചുകൾ വരിക. അവർക്കൂടെ ജോലി കിട്ടൂല. 50 ലക്ഷം 60 ലക്ഷം ലോണിനെടുത്ത പൈസ തിരിച്ചടക്കാൻ കഴിയാതെ ഒന്നിച്ച് കൗക്കോലിൽ കെട്ടി തൂങ്ങി മരിക്കുന്നവർ ഈ നാട്ടിൽ വരാൻ പോവുകയാണ്. ഇങ്ങനെ കുറെ അജണ്ട ഉള്ളതുകൊണ്ടാണ് പലരും ഇങ്ങനെ പല ജാതി സ്വീപ്പായിട്ട് വരുമ്പോ അയിമക്കൊന്നും പോകാൻ നേരെ കിട്ടാത്ത. കുറെ കാലം ഇങ്ങനെ ജിന്നു ശൈത്താനും കുറെ മനുഷ്യന്മാർ പറഞ്ഞു നടന്നപ്പോ അതിമക്കൊന്നും പോകാതിരുന്ന ഇങ്ങനത്തെ പഠനോ അങ്ങനത്തെ അന്വേഷണോ 24 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ കൊള്ളണ്ടേ? സുഹൃത്തുക്കളെ, ആരാ വേറെ ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന ആൾക്കാരുള്ള നിങ്ങളൊന്ന് പറഞ്ഞേരി. ഈ വിഷയത്തിൽ നമ്മുടേതല്ലാത്ത എന്ത് റെഫറൻസ് ആണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുക? പിന്നീട് ഒരു യൂട്യൂബർ അൽഹംദുലില്ലാഹ് ഇപ്പോ അദ്ദേഹം ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോയി അവിടുത്തെ ഇവിടെ കാണുന്ന പേര് കാണുന്ന യൂണിവേഴ്സിറ്റി ഒക്കെ കാണിച്ചു കൊടുത്തു. ആട്ടും കൂടും
യൂണിവേഴ്സിറ്റി ഭയങ്കര ബോർഡ്. അവിടെ എന്താ? അവിടെ വിറകോരോരുത്തൊരു സാധനം. എന്നിട്ട് എന്താ അവിടെ ജോലിയുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ ജോലിയുണ്ട്, പഠനമുണ്ട്. എന്താ ജോലി? ജോലി വൃദ്ധസദനങ്ങളിൽ. അമേരിക്കൻ ജനത പണ്ടേ എടുത്ത തീരുമാനമാണ് അച്ഛനെയും അമ്മനെയും നോക്കണ്ടെന്ന്. കാരണം അച്ഛനും അമ്മയും ഓലയും നോക്കിയിട്ടില്ല. ഫാദർലെസ് അമേരിക്ക എന്നാണല്ലോ പറയാ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ വൃദ്ധസദനങ്ങളിലെ ആളുകൾക്ക് എണ്ണ തേച്ചെടുക്കലും അവരെ പാമ്പേഴ്സ് എടുക്കലും ഒക്കെയാണ് പണി. ആര്? ഇവിടുത്തെ മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ഫാമിലികളിലെ കുട്ടികൾ. ഓന്റെ വാപ്പ അവിടെ ശ്വാസം മുട്ടായിട്ട് കുറച്ച് കിടക്കുക, മൂപ്പർ നോക്കാൻ ആരും ഇല്ലതാണ്. കുട്ടികളാണ് സാക്ഷ്യം പറയുന്നത്. വന്ന് പെട്ടതാണെന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് മാത്രല്ല, കോസ്മെറ്റിക് ഭ്രാന്ത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കുട്ടിയൊക്കെ ഒന്ന് ചുണ്ട് ചുമപ്പിക്കാതെ, ഒന്ന് പൗഡർ ഇടാതെ പുറത്തിറങ്ങാൻ പറ്റൂല. നമ്മള് മോള് നല്ല ചൊങ്കുണ്ടായിക്കോട്ടെ എഴുതി കൊടുക്കും. ഇതൊരു മാനസികമാണ് സഹോദരന്മാരെ. നിങ്ങളെ കുട്ടിക്ക് ഇന്ന് അങ്ങനെ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ ഒരു 30-ലും 40-നും ഇടക്ക് നിൽക്കണ ഉമ്മമാർക്കുണ്ടി പ്രശ്നം. ഉമ്മമാർക്കുണ്ടി പ്രശ്നം. ഒരു വയലിനൊക്കെ പോകുമ്പോ നല്ല മഫ്തിയും പർദ്ദയൊക്കെ കയറും. കല്യാണത്തിന് പോകുമ്പോൾ മഫ്തിയും പർദ്ദ ഇടൂല. എന്താ കാര്യം? സൗന്ദര്യം എന്ന് പറയുന്നത് തടി കൂടിന്റെ പേരിൽ ഭയങ്കര ടെൻഷനാ. തടി നിയന്ത്രിക്കണം, അതിലൊന്നും സംശയമല്ല. പക്ഷേ സ്ലിം ബ്യൂട്ടിയാണ്. വൈറ്റ് ആൻഡ് സ്ലിം ഈസ് ദ ബ്യൂട്ടി. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ലോകത്ത് 17 ബില്യൺ ഡോളേഴ്സാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ ലോകത്തെ മൊത്തം രാഷ്ട്രങ്ങൾ ചെലവാക്കുന്ന തുക, ഒരു വർഷം ചെലവാക്കുന്ന തുക. എന്നാൽ ഒരു വർഷം കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നത് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കണക്കാണ് ഞാൻ പറയുന്നത് 590 ബില്യൺ ഡോളേഴ്സാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡ് വന്നപ്പോ 30% ഇടിവുണ്ടായി ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ. എന്താ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? മാസ്ക് വെക്കുമ്പോ ഇവിടെ ഒന്നും സൗന്ദര്യം വർദ്ധിപ്പിക്കണ്ട. അപ്പൊ അതൊക്കെ ആൾക്കാർ ഒഴിവാക്കി. അപ്പൊ മൊത്തം പർദ്ദി മഫ്ത കിട്ടാലോ, മൊത്തം ഒഴിവാക്കും. അപ്പൊ പിന്നെ ഈ പർദ്ദി മഫ്തക്കും എതിരെയുള്ള ക്യാമ്പയിന് പിന്നെ ആരാണ് പൈസ ഇറക്കണമെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പർദ്ദക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കണേ. ആ പർദ്ദക്കെതിരെയുള്ള ക്യാമ്പയിൻ നമ്മളെ സ്വാധീനിച്ചതുകൊണ്ടാണ് ഇത് ചൂടാണ്, ഇത് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നിടത്തേക്ക് നമ്മൾ പോകുന്നതും അതുകൊണ്ടാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ആത്മഹത്യ അടുത്തൊരു പ്രശ്നം. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യയാണ്. മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്, മുടി വെട്ടി വരാൻ പറഞ്ഞതിന് ഒക്കെ ആത്മഹത്യയാണ്. എന്താ? അങ്ങനെയാണ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി സുഹൃത്തുക്കളെ, നമ്മള് ഇതെങ്ങനെ രൂപപ്പെടുന്നു എന്നും കൂടി പറയാം. ഇത് വെറുതെ ഉണ്ടാണല്ല. ഞാനിപ്പോ ഇവിടെ ഒരു 10 കാര്യങ്ങൾ ഇനിയുണ്ട്. എല്ലാം ആഘോഷം കൂടുതലെടുക്കുക. കല്യാണം, ഇന്നത്തെ കല്യാണങ്ങളുടെ സ്ഥിതി എന്താ? കല്യാണം എത്ര ദിവസ? അവസാനം എങ്ങനെയൊന്നും കല്യാണം നടത്തിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ടെന്നുള്ളിടത്തേക്ക് എത്തുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ മോനെ നിങ്ങൾ കെട്ടിക്കുന്ന കുട്ടി, നിങ്ങളുടെ മോളെ നിങ്ങൾ കെട്ടിക്കുന്ന പയ്യൻ, അവരുടെ രണ്ടുപേരുടെയും ഹൃദയത്തെ വിളക്കി ചേർക്കേണ്ടത് റബ്ബാണ്. വിവാഹത്തിന്റെ നിമിഷങ്ങളിൽ റബ്ബിന് ഇഷ്ടമല്ലാത്ത പരിപാടി ചെയ്ത് എല്ലാരും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചും മുട്ടിയും DJ പാർട്ടി നടത്തിയും ചാടിയും വെള്ളടിച്ചും അല്ലാതെയും ഒക്കെ ആണും പെണ്ണും കൂടിയും ആടിയൊക്കെയാണ് പോകും. അവളുടെ ബെഡ്റൂമിൽ ദുരന്തങ്ങൾ അനുഭവിച്ച് അവസാനം ഒരു വിധവയായി വീട്ടിലിരിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വരും. ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് പല്ലക്കിൽ കൊണ്ടുവരല്, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പച്ച കല്യാണം, എന്തെല്ലാം തോന്നിയാസാ നാട്ടിൽ നടക്കണേ. പറയാനും നിർത്താനും മഹല്ല് കമ്മിറ്റികൾക്ക് ത്രാണിയില്ലാതെ പോകുന്നു. ഖതീബുമാർക്ക് സംസാരിക്കാൻ കഴിയാതെ പോകുന്നു. എന്താ കാരണം? കാരണം എന്താ വെച്ചാൽ ഇതിന്റെയൊക്കെ ചെറുമട്ടത്തിലൊക്കെ എല്ലാരെയും മനസ്സിൽ പലതുണ്ട്. ഒക്കെ ഫെസ്റ്റിവൽ മൂഡാണ്, എല്ലാം ആഘോഷിക്കലാണ്, എല്ലാം അടിച്ചു പൊളിക്കലാണ്. എവിടുന്ന് അതൊക്കെ വരുന്നതെന്നല്ല, ഇത് വെറുതെ വരുന്നതല്ല. നിങ്ങൾ ശരിക്ക് കേട്ടോളി, ഇത് മുഴുവൻ സ്ക്രീൻ പകർന്നു കൊടുക്കുന്നതാണ്. നമ്മളോടൊക്കെ ചിന്തകൾ ഡൈവേർട്ട് ചെയ്യിക്കുന്നത്. ഇപ്പൊ പർച്ചേസ് ഒരു പ്രശ്നമല്ലേ? കുടുംബ ബജറ്റ് ഒരു പ്രശ്നമല്ലേ? 50,000 സാലറി വാങ്ങുന്ന ആൾക്കും മാസം തികയണില്ല. ഒന്ന് ഇവിടുത്തെ വിലവർദ്ധനവുണ്ട്. രണ്ടെന്താ, പണ്ടിപ്പോ ഒരു കറി വെച്ചിട്ട് അളിയാക്കാക്ക് കൊടുക്കും. പിന്നെ അതിന്റെ ട്രെൻഡ് മാറി, കോഴിക്കടകൾ വന്നപ്പോ കോഴി കൊണ്ടൽ തുടങ്ങി അല്ലേ? പിന്നെ കോഴിക്കടയിൽ നിന്ന് അതിന്റെ വലുപ്പത്തിലുള്ള പീസിലൊക്കെ സെറ്റാക്കി തരൽ തുടങ്ങി. ഇപ്പൊ നേരെ പിന്നെ വിളിച്ചു പറയൽ തുടങ്ങി. ഇപ്പൊ വിളിച്ചു പറയലൊന്നുമില്ല, ആപ്പിൽ കയറിയിട്ട് കിടിക്കിടി അപ്പൊ കണക്ടർ ആള് വരുന്നത്. പുരുഷന്മാരെ പോക്കറ്റ് കാലിയാക്കണ അറബ മറ്റു മെഷീൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചെന്നിട്ട് വാരി ഇങ്ങനെ ഇട്ടല്ലേ ഒന്നിച്ച്.
ഭാര്യ ഇങ്ങനെ ഇട്ടാണ്. നമ്മുടെ സ്ത്രീകളും കുട്ടികളൊക്കെ വ്ളോഗാണ്. എന്ത് സംശയത്തിന് യൂട്യൂബിനോട് അംശം ചോദിക്കണേ. ഷെയ്ഖ് യൂട്യൂബ് റഹിമഹുള്ള മറുപടി പറയും അല്ലേ? എന്താ എന്ത് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അത് പിന്നെ എന്തിടെ പഴയ ചോറ് ബാക്കിയുണ്ടെങ്കിൽ പഴയ ചോറ് കൊണ്ട് ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ ഇങ്ങനെ. എന്നിട്ടോ എന്താ വിഷയം? ഈ പിന്നെ സൂപ്പർ മാർക്കറ്റുകളുടെ ഒക്കെ പ്രമോഷന്റെ ഭാഗമായിട്ട് യൂട്യൂബർമാര് മൂപ്പര് ഭാര്യയുണ്ട്. അങ്ങനെയാണ് ഇപ്പത്തെ പുതിയ ട്രെൻഡ്. മൂപ്പര് ഭാര്യയും ചെല്ലും, ഭാര്യ മുന്നിക്ക് നിർത്തിയിട്ട് ആളെ കൂട്ടും. ഇങ്ങനെയാണ് പരിപാടി. അപ്പൊ അവിടെ ചെന്നിട്ട് ഹേയ് ഗെയ്സ്, ഞങ്ങൾ ഇന്ന് പർച്ചേസിലാണ് കേട്ടോ പറയും. എന്നിട്ടോ ഇഷ്ടംപോലെ സാധനം ഇങ്ങനെ വലിച്ചിടും. എന്തൊക്കെ അർബാനിക്ക്. അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് കാണുകയാണ് ആര്? വീട്ടിലെ നമ്മളെ മഞ്ഞെത്തി ഇതിങ്ങനെ ഇരുന്ന് കാണുക. എന്തായാലേ മൂപ്പര് ചെറിച്ചിങ്ങനെ നോക്കി നിൽക്കാണ്. നമ്മളാളാണെങ്കിലോ നമ്മളാൾക്കാരെ കുറച്ച് പ്രശ്നമുണ്ട്. വേഗം പറഞ്ഞിട്ട് പിന്നെ അവസാനം ബൗ 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 എന്നാ കേൾക്കുക. എന്ത് വേഗം? ഓരോന്നിനൊരു വേഗല്ലേ, ആ വേഗത്തിലല്ലേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇത് സത്യത്തിൽ എന്നത് ഷൂട്ടിംഗ് ആണ്. ആ ഷൂട്ടിംഗ് ആയതുകൊണ്ടാണ് മൂപ്പര് ബേ 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 എന്ന് പറയാത്തത്. വെറുതെ കിട്ടണാണ്. ഇതുവരുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് പോകണതിന് പകരം കിട്ടണാണ്. ഇത് ആലോചിക്കൂല. ഏതോ മറ്റൊരു ചങ്ങായി ഉണ്ടല്ലോ, മൊത്തം പോത്തിനെ ഒന്നിച്ച് അറുത്തിട്ട് കൂട്ടാൻ വെക്കണേ. എന്തൊരു ചുള്ളിപ്പാറൊക്കെ ഉണ്ട്. ഓനെങ്ങനെ അറുക്കണത്, മുറുക്കണത്, നുറുക്കണത്, പിന്നെ അതില് മരുന്ന് തേക്കണത് ഒക്കെ കൂടെ വല്ലാതെ പറഞ്ഞാൽ ചിലപ്പോ അപ്പുറത്ത് പോയി തിന്നുപോരും അല്ലേ? ഇതൊക്കെ കൂടെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കഴിക്കൊന്നും വേണ്ട, ഇത് കണ്ടാ മതി. ഡയറ്റൊക്കെ ഉള്ള ആള് വെറുതെ കണ്ടാൽ മതി. നമ്മളെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺ പ്രൊഡക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഫൈസൽ എന്തോ പേര്, ബോധം മുറിക്കുമ്പോ ശരീരം വിചാരിക്കണം എന്തായാലും ഇപ്പൊ കിട്ടുന്നതാണ് സംഗതി. ഇത് എത്രയോ കൊല്ലം മുമ്പ് മുറിച്ച സാധനമാണ്. അവസാനം ഓനത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോ നമ്മളപ്പുറത്ത് പോയിരുന്നിട്ട് എന്താ ചമ്മന്തിയും കഞ്ഞി ഇങ്ങനെ കുടിക്കുമ്പോഴേ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിനുള്ള ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ ഈ യൂട്യൂബും ഈ ഫേസ്ബുക്കും ഈ സോഷ്യൽ മീഡിയയും വലിയ തോതിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ രീതികളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഒന്നിനും സമയമില്ലായിരിക്കും. ശരിക്കും എന്താ വെച്ചാൽ ശരീരത്തിലെ സന്തോഷത്തിന്റെ ഒരു സംഗതി നിർവഹിക്കുന്നത് ഒരു പ്രത്യേകതരം ഹോർമോണാണ്. ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. പണ്ടൊക്കെ എങ്ങനെയാണ്, ഒരാളിങ്ങനെ ഏറ്റിപ്പോണ ഒരാളെ ആ ചുവടൊന്നിന്റെ ഇറക്കി കൊടുക്കുമ്പോ അയാളെ കാണുമ്പോ ഒരു സന്തോഷമുണ്ട്. വല്യമാന്റെ കൊളാമ്പി എടുത്തു കൊടുക്കുമ്പോ അവിടെ ഒരു ഡോപ്പമിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ? വാപ്പാനെ സഹായിക്കുമ്പോ, അമ്മാനെ സഹായിക്കുമ്പോ, അയൽവാസിക്ക് ഒരു സഹായം കൊടുക്കുമ്പോ ഒക്കെ ഡോപ്പമിൻ പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ എന്താ, മൂപ്പരും ഭാര്യ ഇങ്ങനെ കിടക്കുകയാണ് ബെഡിലെ, രണ്ടാളും വാട്സപ്പിൽ കളിക്കുക. അപ്പൊ മൂപ്പർക്ക് ഉറങ്ങാനായപ്പോ ഒന്ന് നീങ്ങി കിടക്കാറു. അപ്പൊ നീങ്ങി കിടന്നില്ല. മൂപ്പര് മെസ്സേജ് അയച്ചു, ഒന്ന് നീങ്ങി കിടക്കുക. അപ്പോൾ നീങ്ങി കിടന്നു. ഇതാണ് അവസ്ഥ. കുട്ടി പറഞ്ഞല്ലോ, കുട്ടി ചോദിച്ചു, ഓരോ കുട്ടിയോട് ചോദിച്ചു, എനിക്കെന്താ, എനിക്ക് ഡോക്ടറാണ്, എനിക്കെന്താ, എനിക്ക് എഞ്ചിനീയർ, എനിക്കെന്താ, എനിക്ക് JCB ഡ്രൈവറാണ്. മറ്റവനോട് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് മാം ഒരു മൊബൈലായ മതിയോ. എന്ത് ചോദിച്ചു? എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കണം മൊബൈലിനെയാണ്. ഇക്കാക്ക ഇത്താത്ത കൂടെ കൊണ്ടെടുക്കും, നേരെ നോക്കും, ഓനത് കിട്ടണില്ല, എനിക്കൊരു മൊബൈലായ മതി എന്ന മറുപടി. അതാ ഞാൻ പറഞ്ഞ, ഇതൊക്കെ നമ്മളെ പേരിൽ കൂടെ ഉള്ളതാണ് അല്ലേ? അല്ല നിങ്ങൾ പറയും, ഇതൊക്കെ നമ്മളെ പേരിൽ കൂടെ ഉള്ളതാ. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. എന്താ അറിയോ? സെറ്റിംഗ്സ് എടുക്കുക, ഡിജിറ്റൽ വെൽബീയിങ് എന്ന് അടിച്ചെടുക്കുക. ഡിജിറ്റൽ അടിച്ചാൽ തന്നെ വരും. അവിടെ കാണാം നമ്മളെ മൊബൈൽ ഉപയോഗം എത്ര മണിക്കൂറാണ്. ഭയങ്കര തിരക്കുള്ള വീട്ടിലെ അടിക്കണം, തുടക്കണം, പൊടിക്കണം ഒക്കെ വേണം. അങ്ങനത്തെ വീടുണ്ടാവും. അവിടുത്തെ താത്ത വരെ 8 മണിക്കൂർ, 7 മണിക്കൂർ, 9 മണിക്കൂറൊക്കെയാണ് ഫോൺ യൂസേജ്. ആകെ 12 മണിക്കൂറുള്ള നാട്ടുകാരെ കൂട്ടുകാരെ എപ്പോഴും. അതിൽ 9 മണിക്കൂർ ഫോണും വേണേ. ഫോണുമ്മ ശ്രദ്ധിക്കുന്ന ഒരാള് വേറെ കുറെ പണിയൊക്കെ ചെയ്യുന്നുണ്ടാകും, ഒരിക്കലും ആ പണി നടക്കൂല. അതുകൊണ്ടാണ് ഫോണുമൊക്കെ ഒന്നുകൂടെ നോക്കുമ്പോൾ തന്നെ വണ്ടി കയ്യിൽ നിന്നാണ് പോണേ. ഓന് പ്രാക്ടീസിലായിട്ടൊന്നല്ല. അപ്പൊ നമ്മുടെ സ്ക്രീന് സംതിങ് യു ഗെറ്റിംഗ് ഫ്രീ, യു ആർ എ പ്രൊഡക്റ്റ് എന്നാണ് അടിസ്ഥാനം. നിങ്ങൾക്ക് വല്ലതും ഫ്രീ ആയി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ആണെന്നാണ്, നിങ്ങളെ യൂസ് ചെയ്യാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ ഫൗണ്ടർ ഡയറക്ടർമാരിൽപ്പെട്ട കുറെ ആളുകളൊക്കെ ഇതിന്ന് രാജിവെച്ച് പോകുന്നത് കാണാൻ പറ്റും. അവര് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ ഡിലീമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഡോക്യുമെന്ററികളൊക്കെ കാണാം. അത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എന്ത് ഗണിയില വിട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്, നമ്മളെ ചെവി, നമ്മളെ മൂക്ക്, നമ്മളെ തല, ഇവിടെയൊക്കെ മൊത്തം കൊളത്തിട്ടിട്ട്, ശരീരത്തിലൊക്കെ കൊളത്തിട്ടിട്ട് കുറെ കയറുമ്പോ നമ്മളെങ്ങനെ കെട്ടി നിർത്തിയൊരവസ്ഥ എന്താ? അതാ ശരിക്കും ഈ സ്ക്രീൻ അറിയണത്.
അതിന്നാണ് ഈ സാധനം മുഴുവൻ വരുന്നത്. അപ്പൊ അതിൽ ചില ക്യാപ്ഷനുകൾ വരും. ഞാൻ അതിലേക്ക് വരികയാണ്. ഒന്നാമത്തെ എന്താ അറിയോ, നമ്മളെ കുട്ടിയേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പോയിന്റാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് പരമാവധി അടിച്ചു പൊളിക്കണം. ഇതെവിടെ കാണുക? ഇത് അവന്റെ ടൈം ലൈനിൽ കാണും, സ്റ്റോറിയിൽ കാണും, സ്റ്റാറ്റസിൽ കാണും, ദുൽഖർ സൽമാന്റെ ചിത്രത്തിൽ കാണും. ഒരാളിങ്ങനെ സിനിമയില് ഒരു സീനില് ഒരാളിങ്ങനെ തളർന്ന അവശനായിരിക്കുന്നിടത്ത് പോയിട്ട് നല്ല BGM, ബാക്ക്ഗ്രൗണ്ടിൽ BGM കൊടുത്തിട്ട് ഹൈ മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ക്യാമറ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് നായകൻ പറയും, ചാവി ഇങ്ങനെ തിരിച്ചിട്ട് നായകൻ പറയും, എന്താ അറിയോ, കുട്ടി ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് അടിച്ചു പൊളിക്കണം, അങ്ങനെ കരഞ്ഞു തീർക്കല്ലേ. ഇതൊക്കെ സ്റ്റാറ്റസായി നമ്മൾ സ്ഥിരം നോക്കണ സ്റ്റാറ്റസിൽ സിനിമയൊന്നും കണ്ട ഇതൊക്കെ ഇത് കിടക്കും. എന്നിട്ടോ നമ്മളെ കുട്ടികൾ ഇങ്ങനെ പഠിക്കണത് ആകെ ഒരു ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിക്കണം. അതാണ് ഈ ചാട്ടത്തിന്റെ അസില്, അതാണ് ഈ കല്യാണ വേദികൾ ഇങ്ങനെ കൊഴിപ്പിക്കണിന്റെ അസില്. ഇത് സുഹൃത്തുക്കളെ ഏറ്റവും മതവിരുദ്ധമായ ഒരു കാര്യമല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. ആരെ പറഞ്ഞു ജീവിതം ഒന്നേ ഉള്ളൂ എന്ന്? അപ്പൊ ഇതിന്റെയൊക്കെ ഈ ഞാനിവിടെ പറഞ്ഞ മൊത്തം പ്രശ്നങ്ങളുടെ ഏറ്റവും ശരിയായ ഒന്നാമത്തെ പരിഹാരം എന്താ അറിയോ? ജീവിതം ഒന്നല്ല. മനുഷ്യൻ മരിച്ചവനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയാക്കിയാൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ നിന്നവൻ പുനർന്നെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരാണ്ട്. സെമിത്തേരികളിൽ അടക്കപ്പെട്ട പെട്ടികളിൽ നിന്ന് അവൻ തിരിച്ചു വിളിക്കപ്പെടും. അവനെ ചുട്ട് കുടങ്ങളിലാക്കി നിക്ഷേപിക്കപ്പെട്ട തീർത്ഥങ്ങളിൽ നിന്ന്, പുണ്യ തീർത്ഥങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതിൽ നിന്ന് മനുഷ്യൻ തിരിച്ചു വരും. ഒരു സംശയം ആർക്കും വേണ്ട. ജീവിതം ഒന്നല്ല. അത് സിനിമയിലൂടെ, റീലിലൂടെ, ഷോർട്സിലൂടെ, ക്ലാസ് ടീച്ചറിലൂടെ, അധ്യാപകനിലൂടെ അങ്ങനെ അത് നമ്മളെ കുട്ടികളെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. ജീവിതം ഒന്നേ ഉള്ളത്, അടിച്ചു പൊളിക്കണം. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ലഹരി വിഷയത്തിൽ ക്ലാസ് എടുത്തിരുന്ന നോട്ടം കൊണ്ട് ഇപ്പൊ ചെന്നുണ്ടല്ലോ ഒരനക്കം ഉണ്ടാവില്ല. പണ്ട് നമ്മൾ പറയും, ഇത് കരളിനെ എങ്ങനെ ബാധിക്കും, ഇത് കിഡ്നിനെ എങ്ങനെ ബാധിക്കും, ഇത് മൂത്രസഞ്ചിനെ എങ്ങനെ ബാധിക്കും, ഇത് തലച്ചോറിനെ എങ്ങനെ ബാധിക്കും. കുട്ടികൾ എന്താ പറയുന്നത്? ബാധിച്ചോട്ടെ, ഞാനതിന് 90 വയസ്സ് വരെ ജീവിക്കണില്ല, ഉള്ളത് 25 കൊല്ലം അടിച്ചു പൊളിച്ച് ജീവിക്കാണ്, അത് മതി, കുഴപ്പമില്ല. അങ്ങനെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇറങ്ങുന്ന സിനിമകളും അതേപോലെ തന്നെ സ്റ്റാർ ഇന്റർവ്യൂകളും സിനിമനേക്കാളും അപകടകരമായ ഒരു സാധനമാണത്. ഇവിടുത്തെ ഹീറോയിനുകളും ഇവിടുത്തെ ഹീറോകളും ഒക്കെ നടത്തുന്ന ഇന്റർവ്യൂകൾ, അതിലൂടെ ഈ വിഷമാണ് യഥാർത്ഥത്തിൽ തലച്ചോറിലേക്ക് വെക്കുന്നത്. നമ്മൾ ആ വിഷയം പഠിക്കണം. ഖുർആൻ പറഞ്ഞു എന്താ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതൻ മിൻ മനിയ്യിംനാ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ ഫജഅല മിൻഹു الزوجين الذكر والأنثى അലൈസ ذلك ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. ഒരു സയന്റിസ്റ്റിനും ഒരു സാധാരണ ഒരു കർഷകനും രാത്രി 3-3:30 മണിക്ക് നല്ല ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചിട്ട് റബ്ബർ ടാപ്പിങ്ങിന് പോണ തൊഴിലാളിക്കും ഒന്നുമില്ല, പാരലൈസ് ചെയ്തൊരു മൂലയ്ക്ക് കിടക്കുന്ന മനുഷ്യനും പാതി ബുദ്ധിയുള്ളവര് പോലും മനസ്സിലാക്കാവുന്ന ഭാഷയിലാണ് ഖുർആൻ പറഞ്ഞത്. മരിച്ചതിന് ശേഷം മനുഷ്യൻ ജീവിക്കുന്നു. ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6. അവകൾ അറിയൽ ഫർളാണ്, അവകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓന്റെ ഭവനം നരകാണ് എന്നുള്ള പാട്ട് നല്ല ഇസ്ലാം പഠിക്കണ്ടേ. ഖുർആൻ പറയാം, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അയ്യുതറക സുദാ, അവനെ വെറുതെ അങ്ങോട്ട് വിടുമെന്ന്. അലം യകുനു തുഫതൻ മിൻ മനിയ്യിംനാ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ ഫജഅല മിൻഹു الزوجين الذكر والأنثى. മനുഷ്യ, നീ കേവലം ഒരു ബീജബിന്ദുവായിരുന്നില്ലേ? പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 കോടി മുതൽ 40 കോടി വരെയുള്ള ബീജബിന്ദുക്കൾ, 1 മില്ലിമീറ്റർ ശുക്ലത്തിൽ അത്രയും മനുഷ്യ ജീവനുകളുണ്ട്. അതിൽ നിന്ന് മാതാവിന്റെ അണ്ഡവുമായി ആദ്യം കൂടിച്ചേരുന്ന ഒന്ന് രൂപം പ്രാപിച്ചത് ഭ്രൂണമായി, സിദ്ധാണ്ഡമായി, അങ്ങനെ ആണായി പെണ്ണായി ജനിച്ചു വീഴുന്ന പ്രക്രിയ ഉണ്ടാ റബ്ബിന് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് പ്രയാസകരമാണോ? അലാ അൻ യുഹ്യിയൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം ഭയങ്കര ശക്തമായ ചോദ്യമാണ്, വളരെ ശക്തമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച എല്ലാ സ്ഥലത്തും ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോയില് ഒരു കാറിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പീസ് റേഡിയോയില് ഒരു ഡോക്ടറുടെ രോഗത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് കേട്ട് ഇങ്ങനെ പോവാ.
അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അത് നമ്മളെ മല ഉണ്ടല്ലോ, മലം, അത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ നിൽക്കാന് ശരീരത്തിൽ ഒരു മസിൽ ഉണ്ട്. നമ്മൾ കാലുമ നീച്ചിക്കണം എന്തുകൊണ്ടാ? മസിൽ ഉള്ളതുകൊണ്ടാണ്. മസിൽ ഇല്ലെങ്കിൽ കൊഴിഞ്ഞു വീഴും. അപ്പൊ ഈ മലത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു മസിൽ ഉണ്ട് എന്നാ. അപ്പൊ ആ മസിലാണ് പോയാലോ മലം പുറത്തുണ്ടാവും, നമ്മളെ കൺട്രോളല്ല. പിന്നെ അപ്പൊ നിങ്ങൾ നോക്ക്, അങ്ങനെ ആ മസിൽ തന്ന പടച്ചോന് അതിനുള്ള നന്ദി ചെയ്ത എത്ര സുജൂദിൽ എത്ര മണിക്കൂർ കിടക്കണം സഹോദരന്മാരെ. അപ്പൊ നമ്മൾ പറയണ അൽഹംദുലില്ലാഹ്ക്കൊന്നും പലപ്പോഴും അർത്ഥമല്ല. ശരിക്കും ഇത് അർത്ഥം അറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയേണ്ട ഒരു കേസല്ലേ? അല്ലേ? ഈ പടച്ചോനെ വിട്ടിട്ടാണ് പടപ്പുള്ളടത്തേക്ക് പോണത്. ഈ മസിൽ തന്നത് ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, മുഹമ്മദ് നബി അല്ല, യേശു ക്രിസ്തു അല്ല. അവർക്കൊക്കെ ഈ മസിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നൊരു പടച്ചോണ്ട്. ആ പടച്ചോനെ നമ്മൾ വിളിക്കണ്ടേ, ആ പടച്ചോനോടാ ചോദിക്കണ്ടേ, ആ പടച്ചോനെയാണ് പേടിക്കണ്ടേ, ആ പടച്ചോനാണ് നന്ദി കാണിക്കണ്ടേ. അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ആ സംവിധാനം കൊടുത്ത റബ്ബ് ചോദിക്കുക, അലൈസ ദാലിക ബിഖാദിറിൻ അലൈ യുഹ്യിൽ മൗത, അങ്ങനെ ചെയ്ത റബ്ബിനെ നിങ്ങളെ പുനർജീവിപ്പിക്കുക പ്രയാസകരാണോ? മനുഷ്യന്റെ ഉള്ളിലെ മൂത്രസഞ്ചി. ഞാൻ എന്റെ ഓരോ വൈകുന്നേരത്തും ഈ 3-4 പോയിന്റ് പറയാതെ പോകലില്ല. കാരണം അതിലെല്ലാം ഉണ്ട്. എന്ത് വിഷയമാണെങ്കിലും ഈ പോയിന്റ് പറയാതെ പോകാറില്ല. അതിലെല്ലാം ഉണ്ട്. നോക്കൂ നിങ്ങൾ, മൂത്രസഞ്ചി 1/2 ലിറ്ററിന്റെ ഒരു പാത്രമാണ്. അതിങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോ ഒരു തോന്നൽ വരും. എന്താ തോന്നല്? മൂത്രമൊഴിക്കണം. ആ തോന്നലില്ലെങ്കിലോ ആ മൂത്രസഞ്ചി ഇങ്ങനെ നിറഞ്ഞിട്ട് മൂത്രം ഇങ്ങനെ പോകും. ഈ കുട്ടികൾ 2-3 വയസ്സ് വരെ നമ്മൾ അവർക്ക് പാമ്പേഴ്സ് ഒക്കെ കെട്ടിക്കൊടുക്കും. എന്താ കാരണം? 3 വയസ്സിന്റെ ശേഷമാണ് ഈ തോന്നൽ എന്ന അനുഗ്രഹം പടച്ചോൻ ഒരാൾക്ക് കൊടുക്കണത്. അതുവരെ കൊടുക്കണില്ല. മൂത്രമൊഴിക്കണം എന്നുള്ള തോന്നൽ ഒരാൾക്ക് കൊടുക്കണേ. പിന്നെ കാണാൻ കുട്ടികൾ മൂത്രമൊഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും, ആംഗ്യം കാണിക്കുന്നുണ്ടാകും, അല്ലെ? അതിന്റെ കാര്യം. അപ്പൊ ശരിക്കും ആ തോന്നൽ റബ്ബ് തന്നീന് എത്ര കാലം അൽഹംദുലില്ലാഹ് പറയണം? ഇല്ലെങ്കിൽ ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തൊക്കെ മൂത്രം ഉണ്ടാവില്ലേ? വലിയ സഭയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോ മൂത്രമാണ് പോകണം, നമ്മളറിയില്ല. 1,00,000 തവണ മിടിക്കണ ഹൃദയം നമുക്ക് റബ്ബ് തന്നു. നമ്മൾ എന്താ തിരിച്ചു കൊടുത്ത്? ആ 1,00,000 തവണ മിടിക്കുന്ന കോടി ഹൃദയങ്ങളെ പടച്ച റബ്ബ് മനുഷ്യന് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഉണ്ടോ? ഒരു ഹൃദയം മനുഷ്യൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. ഇനി പറ്റുമോ? പറ്റൂല. എങ്കിൽ ഇതൊക്കെ തന്ന റബ്ബ് അവന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസകരമാണോ എന്ന ചോദ്യം. ഒരിക്കലും പ്രയാസകരമല്ല. അതുകൊണ്ട് ജീവിതം ഒന്നല്ല, മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന് നമ്മളെ കുട്ടികൾ ശരിക്കും പഠിക്കണം. പരലോകാണ് പഠിക്കേണ്ടത്. ഖബറിന്ന് എണീറ്റും കൊണ്ട് വരും നമ്മളെ കുട്ടിന്റെ തലയിലാണ് കയറിയുണ്ടല്ലോ, നമ്മളെ തലയിലാണ് കയറിയുണ്ടല്ലോ. ഏത് സ്വകാര്യതയിലും നമ്മൾ മാന്യനായിരിക്കും. ഞാൻ ചാറ്റ് ഹിസ്റ്ററികൾ മായ്ച്ചാലും, ഞാൻ പാസ്വേഡുകൾ സെറ്റ് ചെയ്താലും, ഞാൻ ഫോൺ മാറ്റിവെച്ചാലും ഒക്കെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു വെക്കാം. അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റൂല. നിങ്ങൾ എന്തൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ അറിവും കഴിവും നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വ്യഭിചാരത്തിന് വേണ്ടി റൂമിൽ കയറി ആ സ്ത്രീയുടെ ശരീരത്തിൽ ഇരിക്കും മുമ്പ് അയാൾ പറഞ്ഞു, എല്ലാ ജനലും വാതിലൊക്കെ കൊട്ടിയടക്കുക. ആ സ്ത്രീ പറഞ്ഞു, എല്ലാ ജനലും വാതിലും കൊട്ടിയടച്ചു, ഒരു ജനൽ ഒരു വാതിൽ അടക്കാൻ പറ്റണില്ല, അത് ഞാൻ അടക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ആകാശത്തിന്റെ കവാടം അടക്കാൻ പറ്റണില്ല. അള്ളാഹു നമ്മൾ ചെയ്യുന്നത് കാണും. ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയ തന്റെ പ്രേണസിയെ ഉപേക്ഷിച്ച് അയാൾ അള്ളാഹുവിൽ ഇസ്തിഗ്ഫാർ നടത്തി ഇറങ്ങിയിട്ട് പോന്നു. ഈ സാധനം തലച്ചോറിന്റെ ഉള്ളിലേക്കാണ് ചെന്ന് എവിടേക്കും പറഞ്ഞേക്ക കുട്ടികളെ. ഞാന് ഡൽഹിയില് ബിസിനസ് സ്റ്റുഡൻസ് സംഘടിപ്പിച്ച പരിപാടിക്ക് വേണ്ടി പോയപ്പോ അവിടെ വരാത്തൊരു കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ക്യാമ്പസിൽ പോയി. ഒരു സർപ്രൈസ് വിസിറ്റ്. നമ്മൾ അതുവരെ ചെന്നിട്ടും നമ്മള് ചെന്നൊരു പരിപാടിക്ക് വരേണ്ട ഒരു കുട്ടിയാണോ വന്നിട്ടില്ല. അപ്പൊ അവനെ പോയി കാണണമെന്ന് തീരുമാനിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോ ആ ഹോസ്റ്റലിന്റെ ബാക്കിലുണ്ട് ഗർഭനിരോധന ഉറകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ നമ്മൾ ഈ ചായ ക്ലാസ്സിലെ കുടിച്ചിട്ട് വലിച്ചെറിയില്ലേ, അതേപോലെ. ഞാൻ പറയണത് ആ ക്യാമ്പസിലും പഠിച്ച് അവിടുന്ന് ഗോൾഡൻ മെഡൽ വാങ്ങിയ ആളെ എനിക്കറിയാം. ദീനി രംഗത്ത് അത്രയും സൂക്ഷ്മത ഉള്ള ആളെ എനിക്കറിയാം. അവിടെയുള്ള കുട്ടികളെ ഖുർആൻ ക്ലാസ്സിന് ക്ഷണിക്കണ എത്രയോ കുട്ടികളുണ്ട് നമ്മളെ കുട്ടികൾ. എന്താ കാര്യം? അത് ഹൃദയത്തിലുള്ള പാസ്വേഡാണ് സഹോദരന്മാരെ. ആ പാസ്വേഡാണ് കിട്ടിയാൽ രക്ഷപ്പെട്ടു.
അയഹ്സബുൽ ഇൻസാനു വല്ലൻ നജ്മഅ ഇളാമാ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമാ. ഖുർആൻ ഇങ്ങനെ തുടരുകയാണ്. നമ്മളിങ്ങനെ ഓതിപ്പോവും അല്ലേ, അവിടെ നിന്ന് സ്റ്റോപ്പ് കിട്ടലില്ല. അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അല്ലൻ നജ്മഅ ഇളാമാ, അവന്റെ അസ്ഥികൂടങ്ങളെ ഇനിയും നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് ഖുർആന്റെ ഉത്തരം, അവന്റെ അസ്ഥികൂടങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടുമെന്നല്ല, മറിച്ച് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ, അവന്റെ കൈവിരലടയാളങ്ങളെ നാം അവന് തിരിച്ചു കൊടുക്കും. അസ്ഥികൂടങ്ങൾ വരും, മാംസം വരും, അവസാനം കൈവിരൽ അടയാളങ്ങൾ പോലും അവന് പഴയതുപോലെ സെറ്റാക്കിയിട്ട് കൊടുക്കും. എന്റെ കൈവിരൽ അടയാളം ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ. മരിച്ചുപോയ ഒരാൾക്കുമില്ല, ജനിക്കാനിരിക്കുന്ന ആൾക്കുമില്ല, ജീവിച്ചവർക്കുമില്ല. അതുകൊണ്ടാണ് ഫിംഗർ പ്രിന്റ്, വിരലടയാളം എന്നുള്ളത് കുറ്റകൃത്യത്തെ കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് ഉപയോഗിക്കണേ. ഇപ്പൊ പല സ്റ്റഡീസും ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടും. വിഷയം പഠിക്കാൻ കഴിയുന്ന ആൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. ഞാൻ എന്റെ ഈ പറയുന്ന എന്റെ കൈവിരൽ അടയാളം കംപ്ലീറ്റ് എടുത്തിട്ട് സലാങ്കാക്ക് കൊടുത്തു. സലാങ്കാന്റെ എനിക്ക് വെച്ചു എന്ന് വിചാരിച്ചു തുടങ്ങി. ശസ്ത്രക്രിയ വഴി നടത്തി മൂപ്പരെ, ഞാനൊരു ബാങ്ക് കവർച്ച നടത്തിയിട്ട് മൂപ്പരെ പ്രതിയാക്കാൻ വേണ്ടി ചെയ്തതെന്ന് വിചാരിച്ചു തുടങ്ങി. പക്ഷെ വീണ്ടും ഫിംഗർ പ്രിന്റ് എടുക്കുമ്പോ എന്റേത് എനിക്കേ ഉണ്ടാവുള്ളൂ, മൂപ്പർക്ക് ഉണ്ടാവുള്ളൂ. ഇത് ചെത്തി മാറ്റാൻ കഴിയാത്ത അത്ര സ്ട്രോങ്ങസ്റ്റ് ആയ ഒരു സാധനമാണെന്നാണ്. അപ്പൊ അത് റബ്ബ് തിരിച്ചു കൊണ്ടുവരുന്ന പിന്നെ എന്താ സംശയം? മാത്രല്ല, ഇന്നിപ്പോ നമുക്ക് എളുപ്പമാണ് അല്ലെ. കൊലപാതകം നടന്നു, പോലീസ് എന്താ ചെയ്തേ? കൊലപാതകം നടന്ന കൊലക്കത്തിന് കിട്ടി. കൊലക്കത്തിന് കിട്ടിയപ്പോ അതിന്റെ ബാർകോഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? ആ കമ്പനി ഇങ്ങോട്ട് ഫൈൻഡ് ചെയ്തു. ആ കമ്പനിയിൽ നിന്ന് ഏത് ഹോൾസെയിൽ ഷോപ്പിലേക്കാ പോയത് നോക്കി, അവിടുത്തെ CCTV നോക്കി, ഇത് വാങ്ങണ ആളെ പൊക്കി. കത്തിണ്ടാക്കിയ കമ്പനിയിൽ നിന്ന് പോയ ഷോപ്പിലെ പിന്നെ എന്താ പറയാ, ഷോപ്പിൽ ഈ കത്തി വാങ്ങിയ സമയം ബില്ലിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ CCTV നോക്കി ആളെ പൊക്കി. ഇങ്ങനെ കൃത്യമായ വിചാരണ റബ്ബിന് പറ്റുമെങ്കിൽ, നമുക്ക് പറ്റുമെങ്കിൽ അല്ലെ, എന്തെല്ലാം സാധനങ്ങളാണ് ചെറിയ തെളിവുകളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പിടിക്കണേ. പടച്ചോന്റെ അടുത്തുള്ള വിചാരണ വളരെ സംഗതിയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ പറ്റണം. അടുത്തൊരു ചിന്ത എന്താ പഠിപ്പിച്ചറിയോ? മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇതെന്താ പറയുക? ഇതിങ്ങനെ നിരന്തരം കേട്ട് പിന്നെ അതാണ് ശരിയാണെന്ന് വിചാരിക്കാണ്. അതാണ് ശരിയാ. അങ്ങനെയുണ്ട് ഒരു കാര്യം ആവർത്തിച്ച് കുറെ വട്ടം ഇങ്ങനെ പറഞ്ഞ് കണ്ട് അത് നോർമലൈസ് ചെയ്തിട്ട് പോകും, ഒരു പ്രശ്നമല്ലാതാവും. അതിലൂടെ ജീവിച്ചു പോകുമ്പോ പിന്നെ അതൊരു പ്രശ്നമേ അല്ലാതായി മാറും. അങ്ങനത്തെ ഒരു മെക്കാനിസം മനുഷ്യന്റെ മസ്തിഷ്കത്തിനുണ്ട്, മനസ്സിനുണ്ട്. അതാണ് ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. വളരെ സയന്റിഫിക് ആണ്. അപ്പൊ എന്ത് ചെയ്യും? മൈ ബോഡി മൈ ചോയ്സ്. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ പറയുമ്പോ സെക്സ് ചെയ്യേണ്ട സമയത്ത് സെക്സ് ചെയ്യും. എന്താവശ്യമല്ല. ആകാശത്ത് പാറി നടക്കുന്ന പറവകൾ വേളി കഴിച്ചിട്ടല്ല, കല്യാണം കഴിച്ചിട്ടല്ല, അവർക്ക് ആവശ്യം ഉണ്ടാവുമ്പോ അവർ അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നു. ലിബറൽ സെക്സ് ലിബറേഷൻ, ലൈംഗിക രംഗത്തുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോ എന്താ? LGBTQ പുതിയ സാധനം വന്നിരിക്കുകയാണ്. L എന്ന് പറഞ്ഞ പെണ്ണിനോട്, G എന്ന് പറഞ്ഞ ആണിനോട്, B എന്ന് പറഞ്ഞ ആണിനോടും പെണ്ണിനോടും, T എന്ന് പറഞ്ഞാലോ പെണ്ണിന് തോന്നുക ഞാൻ ആണാണെന്ന്, ആണിന് തോന്നുക ഞാൻ പെണ്ണാണെന്ന്. എന്നിട്ടോ ആണ് പെണ്ണാകുക, പെണ്ണാണാകുക. പിന്നെ Q, ഞാൻ ഏതാണെന്ന് അറിയാത്ത ആള്. ഇനി ഒരു പ്ലസ് അവിടെ ഉണ്ട്. എന്താ? ശവത്തിനെ ഭോഗിക്കാം, സ്വന്തം ഉമ്മനെ ഭോഗിക്കാം. അത് പ്ലസ് ഇട്ട് ചെയ്താ പറഞ്ഞാൽ പൊളി. ഇതിനെ എതിർത്താലോ? ഇതിനെ എതിർത്താള് അയാൾ ആരാ? അയാൾ പിന്തിരിപ്പൻ അല്ലെ? അയാള് പിന്തിരിപ്പൻ. ഈ വിഷയം സർക്കാർ സിലബസിലേക്ക് കൊണ്ടുവന്നപ്പോ സിലബസിൽ ഇതുണ്ട് എന്ന് വളരെ കൃത്യമായി തുറന്നടിച്ച് അതിനെതിരെ ശക്തമായ ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. അത് സമൂഹം ഏറ്റെടുത്തിട്ടു 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ, സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകത്തിൽ നിങ്ങളെ കുട്ടി പഠിക്കണത് ഇതൊക്കെയാണ്. എന്താ പഠിക്കണേ? എപ്പോ വേണമെങ്കിലും ആണാകാം, എപ്പോ വേണമെങ്കിലും പെണ്ണാകാം. പണ്ട് നമ്മൾ അനുഭവിച്ച വിഷയം എന്താ? ഒളിച്ചോട്ടം. പിന്നെ അനുഭവിച്ച എന്താ? അന്യജാതിന്റെ കൂടെയുള്ള ഒളിച്ചോട്ടം. പിന്നെ അനുഭവിച്ച എന്താ? ആണും തമ്മിലുള്ള കല്യാണം, പെണ്ണും തമ്മിലുള്ള കല്യാണം. ഇനി പറയാൻ പോണത് മോളൊന്നിട്ട് പറയും, എനിക്ക് ഞാൻ ആണാണെന്നാ തോന്നണമ്മ. അപ്പൊ നിങ്ങൾ എതിർത്ത എന്ത് ചെയ്യുന്നറിയോ? യൂറോപ്പിലൊക്കെ ഉള്ള നിയമപ്രകാരം ഒരു വാപ്പ മോളെ എതിർത്തപ്പോ ഇതിന്റെ ആളുകളുണ്ട്. എന്താ വെച്ചാൽ ഇത് ലിംഗമാറ്റ ശസ്ത്രക്രിയയാണ്. നമ്മുടെ സർക്കാർ
ലക്ഷക്കണക്കിന് രൂപ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ഇപ്പോൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് കണക്കുകൾ പുറത്തു വന്നപ്പോ അതിലുണ്ട്. നമ്മളെ നാട്ടിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഞാൻ പെണ്ണാൻ തോന്നുക, അപ്പൊ എന്ത് ചെയ്യാ? എനിക്ക് ഞാൻ പെണ്ണാൻ തോന്നുമ്പോ എന്റെ ശരീരത്തിൽ പെണ്ണിന് പറ്റിയ ചില അവയവങ്ങളൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക. അത് അവയവാകുമോ? അവിടുന്ന് ഇവിടുന്ന് മാംസം പറിച്ചു വെച്ചിട്ടാകുമോ? ഇതാണ് സിനിമ പ്രമോട്ട് ചെയ്യണേ. ഇവിടുത്തെ വിഖ്യാതനായ ഒരു ഫിലിം ആർട്ടിസ്റ്റ് ഇത് ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമാണെന്ന് സമർത്ഥിക്കാനാണ് മുസ്ലിം പേരുള്ള വളരെ പ്രായം ചെന്ന ഭയങ്കര സൗന്ദര്യത്തിന്റെ പേരിൽ വർണ്ണിക്കപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാറിലൂടെ ലോകം കണ്ടത്. അപ്പൊ എന്താ മൗലവി ഫുള്ള് സിനിമ കണ്ടിട്ട് പറയണേക്കാരെന്നാണ് അല്ലെ? അങ്ങനെയുള്ള മനുഷ്യന്മാരെ ആലോചിക്കുക. ഈ സിനിമയിലുള്ളതൊക്കെ കൂടെ കാണണേ, പിന്നെ ഉള്ളതൊക്കെ കൂടെ അറിയണമെങ്കിൽ സിനിമ ആണെന്നും വേണ്ട. നിങ്ങൾക്ക് ഏത് സിനിമന്റെ വേണ്ടു ഞാൻ ഇട്ടേരാ ലിങ്ക്. ആ സിനിമയിൽ എന്തുണ്ടെന്ന് 100% അതിന്റെ ക്രിറ്റിസിസം കൃത്യമായിട്ട് കിട്ടും. അത് വായിക്കാൻ കിട്ടും, ഒക്കെ കിട്ടും. അതുകൊണ്ട് ഇത് ഓരോന്നും വിലയിരുത്തി തന്നെയാണ് നമ്മൾ പോണത്. ഇത് കൃത്യമായി ടീമിനെ ഏൽപ്പിച്ച് വ്യക്തമായി വെരിഫൈ ചെയ്ത് അത് അറിയിക്കേണ്ടവരെ അറിയിച്ച് പറയേണ്ടവരോട് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് പോണ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് നിലനിർത്തി തെരുമാറാകട്ടെ. അതിശക്തമായ റിസർച്ച് വിങ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. നിങ്ങൾ അത്തരം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഭയങ്കര അപകടമാണ് സഹോദരന്മാരെ. യൂറോപ്പിലുള്ള ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോ അവിടുത്തെ ഏജൻസികൾ വന്ന് പെൺകുട്ടികളെ കൊണ്ടുപോയി കോർട്ടില് പിന്നെ എന്ത് ചെയ്തു? ഹർജി ഫയൽ ചെയ്തപ്പോ കോടതി പറഞ്ഞു ഇവളുടെ സർജറി കഴിയുന്നത് വരെ 14-കാരിയായ ഈ കുട്ടി പിന്നെ ആൺകുട്ടിയാക്കുന്ന സർജറി, അവളുടെ ലൈംഗികാവയവം ആണിനെ പോലെ ആക്കി മാറ്റണേ, ആ പ്രോസസ്സ് നടക്കുന്നത് വരെ വാപ്പാനെ അച്ഛനെ എന്ത് ചെയ്യണം? തുറങ്കലിലടക്കണം, വീട്ടുതടങ്കലിലാക്കണം. വീട്ടുതടങ്കലിൽ നിന്ന് വന്നിട്ട് അയാളിപ്പോ ലോകത്ത് ഇതിനെതിരെയുള്ള ഏറ്റവും വലിയ ക്യാമ്പയിനറാണ്. ഇപ്പൊ ട്രംപ് വന്നപ്പോ LGBTQ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. റഷ്യ അതിനെതിരെ രംഗത്ത് വന്നു. എല്ലാരും രംഗത്ത് വന്നു. ഇത് തുടങ്ങി വെച്ചവരൊക്കെ രംഗത്ത് വന്നു. നമ്മളെ നാട്ടിലോ യൂറോപ്പ് ഉപേക്ഷിച്ച വേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും നമ്മളെ ബാധിക്കൂല എന്ന് വിചാരിച്ച ആരും ഇരിക്കണ്ട. ഇതൊക്കെ അതിശക്തമായി നമ്മളെ ബാധിക്കാം. ആണും പെണ്ണും തമ്മിലുള്ള എല്ലാ അതിർവരമ്പുകളും എന്താ? ജെൻഡർ ജസ്റ്റിസ് അങ്ങനെയാണ്. എന്നിട്ട് ആണും പെണ്ണും ഒന്നിച്ചിരിക്കണം. എന്താ പാന്റും കുപ്പായിട്ട കുഴപ്പമെന്നാണ് അല്ലെ? എന്താ പാന്റും കുപ്പായിട്ട കുഴപ്പം? അയിമക്ക് എത്ര ബലം പിടിക്കണോ എന്നൊക്കെ ചിന്തിക്കും. എന്നിട്ട് PTA മീറ്റിംഗിൽ ചർച്ചയ്ക്ക് വരുമ്പോ നമ്മൾ മുണ്ടൂല, നമ്മൾ സംസാരിക്കൂല, നമ്മളെ വ്യക്തിത്വം നോക്കും. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വിഷയം ശക്തമായി നമ്മൾ കൊണ്ടുവന്നു. നമ്മളെ ടീച്ചേഴ്സിനെ വേറെ വിളിച്ചു, കുട്ടികളെ വേറെ വിളിച്ചു, പാരന്റ്സിനെ വേറെ വിളിച്ചു, പബ്ലിക്കിനോട് പൊതുവായി പറഞ്ഞു. ഇതൊക്കെ യൂട്യൂബിലുണ്ട്. നമ്മൾ നടത്തിയത് തള്ളല്ല, നമ്മൾ നടത്തിയ ഇടപെടൽ മുഴുവൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. PTA-കളിൽ ശക്തമായ ചോദ്യങ്ങൾ ഉയർന്നു. അതുകൊണ്ടാണ് ഇത് പതിയെ വാല് മടക്കി വെക്കുന്ന അവസ്ഥ. ഇത് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയം പറയാണെന്ന് പറയും. ഇത് രാഷ്ട്രീയമല്ല, ലഹരിയെക്കാളും അപകടകരമായ ഒരു മഹാദുരന്തത്തെ കുറിച്ചാണ് പറയുന്നത്. ലഹരി നോർമലൈസ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ കടയില് പ്ലാസ്റ്റിക് പിന്നെ കവർ വിൽക്കുന്നുണ്ടോ? 1 കിലോ ഉള്ളി വാങ്ങുമ്പോ പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടോ നോക്കാൻ പഞ്ചായത്തിന് സിസ്റ്റം ഉണ്ട്. എന്നാലോ നമ്മുടെ കുട്ടികളെ മൂച്ചിമ്മ കയറ്റി കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അതിന്റെ ശാസ്ത്രം വിശദീകരിച്ച് നടക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോകളുള്ള ആളുകൾക്കെതിരിൽ ഒരു കേസ്, ഒരു പരാതിയില്ല. ഉണ്ടോ? ഓൽക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ സംസാരിക്കാം. അപ്പോ ഇതൊക്കെ നിർബന്ധമായി നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി വേറൊന്നെന്താ അറിയോ? മതമല്ല, മനുഷ്യത്വമാണ് പ്രശ്നം. റൊണാൾഡോന്റെ ഫോട്ടോന്റെ താഴെ അയാൾ ചെയ്യണ ഏതൊരു നല്ല കാര്യത്തിന്റെ അയാള് ഒരു വാട്ടർ ബോട്ടിൽ കൊടുക്കണതിന്റെ അപ്പുറത്തൊക്കെ എഴുതി വെക്കും. മതമല്ല, മനുഷ്യത്വമാണ് പ്രശ്നം. അപ്പൊ മതം ഒരു പ്രശ്നമാണ്, മനുഷ്യത്വത്തിന്റെ ഒക്കെ പുറത്താണ് എന്നുള്ളതാണ്. മതം പഠിപ്പിച്ച ഏറ്റവും വലിയ മനുഷ്യത്വം എന്താ അറിയോ? ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ലോകത്തെ 700 കോടി മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവനെ പോലെയാണ്. നിന്റെ വീട്ടിൽ നീ വയറ് കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അന്തി ഉറങ്ങുമ്പോ നിന്റെ അയൽക്കാരൻ പട്ടിണിയിലാണെങ്കിൽ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല. അതൊരു ഉരുള ചോറിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. നിന്റെ അയൽക്കാരന്റെ വീട് ചോർന്നൊരിക്കുമ്പോ നീ AC റൂമിൽ ഉറങ്ങുമ്പോ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല. നിന്റെ അയൽക്കാരൻ എല്ലാ ചൊവ്വാഴ്ചയും സൈക്കാട്രി ഡോക്ടറെ അടുത്തേക്ക് അയാളുടെ 2 മക്കളെയും കൂട്ടിപ്പോകുമ്പോ അയാളെ കയ്യിൽ 500ന്റെ നോട്ടെങ്കിലും വെക്കാൻ നിനക്ക് മനസ്സ് തോന്നിയില്ലെങ്കിൽ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല.
അങ്ങനെയൊക്കെ വായിക്കണം. ഈ മഹാ നന്മ പറയണേ മതോ ഖുറാനിൽ അങ്ങനത്തെ ഒരു മനുഷ്യത്വപരമായ ഒരു പരാമർശം പോലും ഇല്ലാതാ. അതാണ് നമ്മുടെ കുട്ടികള് സ്റ്റാറ്റസ് വെക്കുന്നത്. അപ്പോ വളരെ അപകടകരമായ ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിൽ നിന്നൊക്കെ മറികടക്കാനുള്ള വഴി എന്താ? ഞാൻ പറഞ്ഞല്ലോ, പരലോകത്തിലൂന്നിയ പാഠങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കാം. പരലോകത്തിലൂന്നിയ പാഠങ്ങൾ കൊടുക്കും. വളരെ സിമ്പിളാണ്. വളരെ ചെറിയ പ്രായത്തിൽ, തൊട്ടിൽ പ്രായം മുതൽ, അല്ല ഗർഭപാത്രത്തിൽ ജനിച്ച കുട്ടികളുടെ അവിടെ ഉണ്ട്. ജനിക്കാനിരിക്കുന്ന കുട്ടികളെ കുറിച്ച് പറയാൻ, ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിക്ക് ആദ്യ പരിരക്ഷ കൊടുക്കണ്ടേ. ഗർഭപാത്രത്തിൽ ഇങ്ങനെ കുട്ടി ഉണ്ടാകുമ്പോ അമ്മ ഇങ്ങനെ കാണും റീല്. നിങ്ങൾക്ക് അറിയോ, 0 മുതൽ 12 വയസ്സ് വരെയാണ് ഒരു കുട്ടി ആകെ ഡാറ്റ സ്വീകരിക്കണത്. പിന്നെ ആ ഡാറ്റ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു റെക്കോർഡർ, ഞാൻ എന്റെ ഫോണിന്റെ റെക്കോർഡർ തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഇവിടെ കിട്ടും. അതേപോലെയാണ് ഒരു കുട്ടി കംപ്ലീറ്റ് ടാപ്പ് ചെയ്യണം. കംപ്ലീറ്റ് സാധനം ഒന്നും വിടാതെ കുട്ടി ടാപ്പ് ചെയ്യാണ്, ഫുള്ള് സാധനം. അപ്പൊ ഈ ഹൊറർ ഫിലിംസ് ഒക്കെ കാണും. ഭയങ്കര അധുനാധുനികല്ലേ അല്ലേ? കടലങ്ങനെ കുറച്ചിട്ട് വലിയ പള്ളിയും കൊണ്ടിരുന്നിട്ട് അങ്ങനെ കാണും. അപ്പൊ ഈ കുട്ടിയാണ് കാണുന്നത്, കുട്ടിയാണ് കേൾക്കുന്നത്, കുട്ടിക്കാണ് ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഫോൺ യൂസേജിന് ഒരു സമയവും നേരമൊക്കെ നിശ്ചയിക്കണം. ഒന്ന് ബെഡ്റൂം എന്ന് ഇതിനെടുത്ത് ഒഴിവാക്കണം. ബെഡ്റൂം കയറിയ ബെഡ്റൂം ഫോൺ നിരോധിത മേഖലയാക്കണം. കാരണം എന്താ അറിയോ, ഞാൻ വളരെ ക്ലിയർ ആയി പറയാൻ പരിമിതി ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ഒരു 1.5 മണിക്ക് നല്ല വിശപ്പ്. അപ്പൊ അവിടുന്ന് അവിടെ കയറിയിട്ട് അൺലിമിറ്റഡ് ഒക്കെ അൺലിമിറ്റഡ് ആണല്ലോ അല്ലെ, അൺലിമിറ്റഡ് കുഴിമന്തി നല്ലോണം അടിച്ച് തൂഫാനാക്കിയിട്ട് 10 പേര് ഇറങ്ങി, വാൻശാലൊക്കെ ഇറങ്ങി. അപ്പൊ അവിടെ അങ്ങനെ നമ്മളെ സുഹൃത്തുക്കൾ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചായ കുടിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെയാണല്ലോ ഈ കാര്യത്തില് വളരെ ദുർബല മനസ്സാ. അപ്പൊ വേഗം പോയിട്ട് ഒരു ചായ ഒരു പഴംപൊരി കഴിച്ച് കേട്ടോ. അത് കഴിഞ്ഞാണ്ട് ഇങ്ങനെ പോയപ്പോ അവിടെ കടലക്കാരുണ്ട്. അപ്പൊ അവന്റെ കടലിൽ നിന്ന് അങ്ങനെ വയലിട്ട് ഇങ്ങനെ വീട്ടിൽ ചെന്ന് ഭാര്യ ഭയങ്കര അങ്ങനെയാണല്ലോ, യൂട്യൂബിലൊക്കെ നോക്കി വലിയൊരു ടർക്കിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടുപാറുന്ന ബിരിയാണി ഇങ്ങനെ തിന്നിട്ട് മൂപ്പർക്ക് വല്ല ടേസ്റ്റും കിട്ടുമോ? ഒരു ടേസ്റ്റും കിട്ടില്ല. കാരണം തിന്നുക എന്നുള്ള വിഷയത്തിലെ കപ്പാസിറ്റി കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടുകൂട്ടരും കേട്ടോളി. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ചില ശരീരഭാഗങ്ങൾ, ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ചില ശരീരഭാഗങ്ങൾ കാണുമ്പോ കാണുന്നതോടുകൂടെ തന്നെ അവിടെ ഒരു ഹോർമോണിക് പ്രോസസ് നടക്കുന്നുണ്ട്. അവിടെ ആ പോസ്റ്ററിൽ ഒരു സ്ത്രീയുടെ നഗ്നമായ ചില ഭാഗങ്ങൾ കാണുമ്പോ അവിടെ ഒരു ലൈംഗിക പ്രക്രിയ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൊന്നും കൂടി അങ്ങോട്ട് പോണേ, മനസ്സിലായില്ലേ? അതാ ഒരു ഹോർമോണിക് പ്രക്രിയ, തലച്ചോറാണ് ആ പറയണത് നോക്കാൻ. അപ്പൊ ഇതിങ്ങനെ അവിടെ തൊട്ട് ഇവിടെ പിടിച്ച് അവിടെ കണ്ടും അവിടുന്ന് പാട്ട് കേട്ടും അവിടെ പാട്ടിലൊരു വർണ്ണനകൾ കേട്ടും ഒക്കെ കൂടെ ബെഡ്റൂമിൽ ചെല്ലുമ്പോ ഇത് കംപ്ലീറ്റ് കത്തിച്ച് തീർത്തിട്ടാണ് എന്ത് ചെയ്യണേ, നമ്മള് ബെഡ്റൂമിൽ പോണേ. എന്നിട്ട് ഭയങ്കര ഡയബറ്റിക് ഇഷ്യൂ ഉണ്ടോന്നാ പറഞ്ഞത്. എന്നിട്ട് ഓളെ മതിയാക്കി കഴിഞ്ഞപ്പോ പുതിയ കല്യാണം കേൾക്കുമല്ലേ കേട്ടോ. ചില ആൾക്കാരുടെ പരിപാടിയാണ്. ഓന്റെ സ്വഭാവം നിർത്താതെ വല്ല കാര്യമുണ്ടോ? അവളുടെ സ്വഭാവം അവൾക്ക് അവളുടേതായ ഒരു നമ്മൾക്ക് കയ്യിനൊരു കപ്പാസിറ്റി ഇല്ലേ, നമ്മളെ കണ്ണിനൊരു ദൂരം വരെയല്ലേ കാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ ലൈംഗികതക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്. അന്നത്തെ അളവ് നമ്മൾ പല നിലയ്ക്ക് കത്തിച്ച് തീർത്തിട്ട് ബെഡ്റൂമിൽ ചെല്ലുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യൂല, നമുക്ക് അങ്ങനത്തെ ഒരു ഗുഡ് ഫീൽസ് ഒന്നും കിട്ടൂല. അപ്പൊ അത് പ്രായമായതുകൊണ്ടാണ് വിചാരിച്ചത്. ഇതൊക്കെ റബ്ബിന്റെ അടുത്ത് ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണ്. അത് ചോദിച്ചു വാങ്ങേണ്ടി വന്നാൽ ഈ വൃത്തികേടുകൾ കാണേണ്ടി വരൂല. വൃത്തികേട് കാണുമ്പോ എന്താ അറിയോ, പിന്നെ നമ്മളെ തലച്ചോറിന് അങ്ങനത്തതേ പറ്റുള്ളൂ. അത് കണ്ട് ശീലാകുമ്പോ തലച്ചോറ് അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തും. അപ്പൊ നമ്മുടെ സെക്സിൽ നമുക്കൊരു സമ്പൂർണ്ണത കിട്ടൂല. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകണ ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഖുർആൻ പഠനം ഒരു സംസ്കാരമാക്കണം. ഖുർആൻ പഠനം നമ്മളെ ഫർളായ കാര്യം, നിസ്കാരം പോലെ ഫർളായ കാര്യം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പരിപാടി നോക്കുന്നതിനൊക്കെ ഇരിക്കും, QHLS എത്ര ആൾ പോകും? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു പടച്ചോനെ. ഈ ഹജർ എന്താ? തർക്കു തദബ്ബുരിഹി വതഫഹുമി മആനിഹി, ഖുർആനിലുള്ള തദബ്ബുർ ഒഴിവാക്കുക, ഖുർആന്റെ ആശയം പഠിക്കുന്നത് ഒഴിവാക്കുക. ഖുർആനോട് ഒരു വിഷയമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ അത് വിശദമായി പറയും. ഇതുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കിട്ടൂല എന്ന് ഞാൻ പറയണേ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ ഖബറിലുള്ള ചോദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഖബറിലുള്ള ചോദ്യങ്ങളെ കുറിച്ച് പറയുമ്പോ മൻ റബ്ബുക്ക എന്നൊക്കെ ചോദിക്കൂലേ, ഇതിനൊക്കെ പറ്റിയിട്ട് അതിന്റെ വിശദാംശം അദ്ദേഹം ചോദിക്കാം.
മിൻ ഐന ഹസ്സൽതഹു, ഈ ഇൽമൊക്കെ എനിക്ക് എവിടുന്ന കിട്ടിയത്? അപ്പൊ മരിച്ച ആൾ അപ്പൊ ജീവിപ്പിക്കുമല്ലോ, എണീപ്പിച്ചിരുത്തും. എന്നിട്ട് പറയാം ഖറഅതു കിതാബല്ലാഹി വദറസ്തുഹു, ഞാൻ അള്ളാഹുവിന്റെ ഖുർആനും കിതാബൊക്കെ നോക്കി പഠിച്ചതാണ്. നമ്മൾ എത്ര ആൾ പഠിക്കുന്നുണ്ട്? അമാനി മൗലിന്റെ പരിഭാഷ ഞാൻ മുജാഹിദ് ജാതിയിൽപ്പെട്ടതാന്ന് പറയാൻ വേണ്ടി ഷെൽഫിൽ വെക്കലല്ലാതെ വാങ്ങിയിട്ട് തുറന്നു നോക്കലുണ്ടോ? എന്തെല്ലാം ഖുർആൻ പഠന സംരംഭങ്ങളുണ്ട്. അവിടേക്ക് നമ്മൾ പോവുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ അറിയോ? വീട്ടിൽ നല്ല തുറന്ന ചർച്ചകൾ നടക്കണം, കുടുംബയോഗം നടക്കണം. നിങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നത് എല്ലാ മാസവും ഒന്ന് ഇരിക്കണം. ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ അവലോകനം നടത്താണ്ട്, മക്കളുടെ പഠനം, അവരുടെ ക്ലാസ്. അപ്പൊ അമ്മയാണ് അതിന് മുൻകൈ എടുക്കുക. നമ്മളെ പേരിൽ നടക്കലുണ്ട് അൽഹംദുലില്ലാ. പോസിറ്റീവായ കാര്യം ഇങ്ങനെ പറയണം. കുറെ നല്ല പോസിറ്റീവ്. മക്കൾക്ക് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി കണ്ടെത്തിയിട്ട് പറയണം. എന്തായാലും കുറച്ചുണ്ടാവും, അത് നമ്മൾ കാണൂല, പ്രശ്നം മാത്രമേ കാണുള്ളൂ. ഒക്കെ പറഞ്ഞ് പിന്നെ പ്രശ്നങ്ങൾ പറയണം, വീട്ടിലെ ബജറ്റ് പറയണം, ബാക്കി കാര്യങ്ങൾ പറയണം. നമ്മൾ എന്തോന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, മക്കളൊക്കെ അഭിപ്രായം എടുക്കണം, അല്ലെ? വളരെ റിലാക്സ് ചെയ്തിട്ട് എല്ലാവരും ഫോണൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഗതി വരണം. ദീന് നിരന്തരം പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പൊ എന്താ അപ്പൊ ഒരു പുതിയ ജീവിതം കിട്ടും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അവസാനത്തിൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ഞാനും അരിസ്വലിയുടെയും ഞങ്ങള് ജിദ്ദയിൽ നിന്ന് ഉംറക്ക് വേണ്ടിയിട്ട് പോവുകയാണ് മക്കത്തേക്ക്. അപ്പൊ ഞങ്ങള് കൂട്ടുന്നത് ഒരു സുഹൃത്താണ്, അവിടെ ഒരു കച്ചവടമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ. മൂപ്പര് വലിയൊരു പാടാണ്. അയാളെ ഒരു 8-9 കട, ഒരു കടയിൽ നിന്ന് ഒരു 1 lakh ഒരു ദിവസം കിട്ടിയിരുന്ന ആള് ഒരു അറബി പറ്റിച്ചിട്ട് രേഖയൊക്കെ മാറ്റിയിട്ട് മൂപ്പരെ ജയിലിലിടാൻ നോക്കി. മൊത്തം പോയൊരു ദിവസം അയാള് അവിടെ ഒളിഞ്ഞു താമസിച്ചു, പേപ്പറൊക്കെ റെഡിയാക്കി രണ്ടാമത് തിരിച്ചു വന്നു. അയാള് 10-13 കട ഇട്ടു കേട്ടോ. 10-13 കട ഇട്ടു. പടച്ചോം പ്രാർത്ഥന കേൾക്കുന്നുള്ളതിന്റെ തെളിവ് പറഞ്ഞിട്ട് മൂപ്പരിഞ്ഞോട്ട് പറഞ്ഞ കാര്യം ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോണതിന്റെ ഇടയ്ക്ക് മൂപ്പര് പറഞ്ഞു, എന്റെ ഭാര്യ പറഞ്ഞു 20 കൊല്ലമായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമുക്ക് ശരിക്കും ഒരു ജീവിതം കിട്ടിയിട്ടുള്ളൂ. എന്റെ കാരണം എന്താ? അപ്പോഴാണ് ദാമ്പത്യവും അങ്ങനത്തെ വിഷയങ്ങളും പഠനവും ചിന്തയും അന്വേഷണവും ഒക്കെ ഉണ്ടായത്. മറ്റേത് തല്ലും പിടിയാണ്. ഭാര്യക്ക് ഭർത്താവിനോടുള്ള ഡ്യൂട്ടിയും ഭർത്താവിന് ഭാര്യയോട് ഇതൊന്നും അറിയില്ല. അപ്പൊ ഇതൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ശാന്തമായ കുടുംബാന്തരീക്ഷത്തിലെ നമുക്ക് ശരിയായ വിധത്തിൽ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടി നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ അയൽപ്പക്കത്തുള്ളവരും ബാക്കിയൊക്കെ വിളിക്കുക. ഒരു അസ്ലാണ് നാളെ പഠിക്കണേ. ബാക്കിയൊക്കെ എന്തുണ്ടെങ്കിലും നമ്മുടെ അസ്ല് പഴച്ചാൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വിഷയമാണ് നാളത്തെ വിഷയം. ആദർശമാണ് നാളത്തെ വിഷയം. അപ്പൊ ആദർശത്തിന്റെ വിവിധ അടിത്തറകളും നന്മകളൊക്കെയാണ് പഠിക്കേണ്ടത്. ഫർള് ഐനായിട്ട് ഒരു വ്യക്തി നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഇൽമാണ് നാളെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ അയൽപ്പക്കത്തും ബന്ധത്തിലും കുടുംബത്തിലും ഒക്കെ ഉള്ള ആളുകളൊക്കെ ക്ഷണിക്കുക, വിളിക്കുക. നമ്മുടെ അയൽക്കൂട്ടങ്ങൾ സജീവമാണ്. ശരിക്കും വലിയ ചെലവൊന്നുമില്ല, എത്ര വലിയ മൈക്കിങ് കാര്യമൊന്നും വേണ്ട. ഒക്കെ ഇതിന്റെ ഉള്ള ഏരിയകളിലേക്കൊക്കെ എത്രയോ കാലമായി ഇവിടെ തൗഹീദ് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും തൗഹീദ് എത്താത്ത എത്രയോ പ്രദേശങ്ങളുണ്ട്, അല്ലെ? തൂവക്കാടൊക്കെ ഗൾഫിൽ പോയ ആളുകൾ വെളിച്ചം കിട്ടി വന്നാണ് എന്ത് ചെയ്തത്, അവിടെ വെളിച്ചം കത്തി. അല്ല ഇടവണ്ണക്കാർ പദപരിതരും പോയി കത്തിച്ചോന്നല്ല. എനിക്ക് എന്റെ നാടിനേക്കാളും ഈ പ്രദേശങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകാരികമായി തന്നെ ഈ വിഷയം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് പോകണം. ഇവിടങ്ങളിലൊക്കെ ഉള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൊണ്ടുവന്നിരുത്തണം. എന്നിട്ട് വിളിക്കുങ്ങള് ഓർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കണം. നമ്മളെ കുട്ടിയൊക്കെ ക്ലാസ് കൊടുക്കണം. ക്ലാസ് കൊടുത്താൽ പവൻമാറ്റ് മക്കളായി അവർ മാറും. ഇല്ല, എത്ര കുട്ടികളുണ്ട് നമ്മളെടുത്ത് ഈ പറഞ്ഞ ലിബറലിസത്തിനെതിരിൽ അതിശക്തമായി ക്യാമ്പസിൽ പിടിച്ചു നിന്ന് ലിബറലുകളുമായി യുദ്ധം ചെയ്ത് ശക്തമായി മുന്നോട്ട് പോകുന്ന എത്ര കുട്ടികളുണ്ട്. ഇവിടുത്തെ നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നല്ല പർദ്ദ ധരിച്ച, നിക്കാബ് ധരിച്ച, ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ട്. അത് അസാധ്യമൊന്നുമല്ല. ഓളതൊക്കെ കഴിഞ്ഞു അങ്ങനെ വിചാരിക്കരുത്. നമ്മളെ മക്കളിലൊക്കെ പ്രതീക്ഷ വെച്ച് അവരെ ശരിയായ റൂട്ടിലേക്ക് തിരിക്കണം. പക്ഷെ അതിന് പ്ലാനും പദ്ധതി ഉണ്ടാകണം, ശരിയായി മുന്നോട്ട് പോകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരോട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിഞ്ഞവരുണ്ടെന്ന് ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുഞ്ഞ് 7 വയസ്സായ കുട്ടി, അവൾ ക്യാൻസർ രോഗിയാണ്. അതിന്റെ തൊട്ടുമേലുള്ള കുട്ടി ക്യാൻസർ രോഗിയാണോ അല്ലേ എന്നുള്ളത് ഇപ്പൊ അടുത്തൊരു 2 ദിവസം കൊണ്ട് കൺഫേം ആകേണ്ടതാണ്. മൂപ്പരാണെങ്കിൽ അപകടം ബാധിച്ച് വളരെ രോഗശയ്യെന്ന് കയറി വന്ന്, എന്നാലും സജീവ പ്രവർത്തകനായിരുന്നു. എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഞാൻ രാവിലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. മണ്ണിലെത്തി. പെട്ടെന്നാണ്, 45 വയസ്സേ ആയിട്ടുള്ളൂ. ഭാര്യയും 2-3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയൊക്കെ കൂടെ ഇനി ജീവിക്കണം, അല്ലെ? അപ്പോ അവരുടെ സുരക്ഷിതത്വം, അവരുടെ ബാക്കി കാര്യങ്ങൾ, ദീന് ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് തൗഫീഖ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെ ആരിസ് മൗലവി വളരെ റാഹത്തായി വരുന്നു.
കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ അദ്ദേഹത്തിന്റെ ഒരു എപ്പിസോഡ് വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത്, സാധാരണ സ്റ്റുഡിയോയിലാണ് നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവുക, പക്ഷേ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പുലരിവട്ടൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പേരറിയാത്ത, എനിക്ക് തന്നെ ഓർമ്മയിലില്ലാത്ത അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. സെലഫുകളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ വീടില്ലാത്ത ആള് സെലഫ് എന്താ ചെയ്യാറ്, മുൻഗാമികള് വീടില്ലാത്ത വേറൊരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ മലക്കുകളെ പ്രാർത്ഥന നമുക്ക് കിട്ടും, പടച്ചോനെ ഇയാൾക്കും വീടുണ്ടാക്കി കൊടുക്കുക. അങ്ങനെ സെലഫുകൾ ചെയ്തിരുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടിയൊക്കെ പഠനത്തിലേക്കും ചിന്തയിലേക്കും വന്ന് ചുറ്റുമുള്ളവരെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്മുടെ കൂട്ടായ്മ എല്ലാ മേഖലകളെയും സമഗ്രമായി സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ നടക്കുന്നത്. സ്റ്റുഡൻസ് കോൺഫറൻസ് ആണ് വരുന്നത്. സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി പ്രായത്തിലുള്ള കുട്ടികൾ സ്വയം സന്നദ്ധരായി വരുമൊന്നുമില്ല. കാരണം അവർ പോണത് ഈ ചളിക്കുണ്ടിലേക്കാണ്. സ്കൂളാണെങ്കിലും ക്യാമ്പസ് ആണെങ്കിലും അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അവരെ നമ്മൾ ശരിക്കും സല്യൂട്ട് ചെയ്യണം. പെരേക്ക് വരണീന് തന്നെ അങ്ങനത്തെ ദുഷിച്ച അവസ്ഥകളിലൂടെയാണ് പോണത്. അപ്പൊ അവരൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം വിളിച്ച് കണ്ണുരുട്ടി എല്ലാവരോടും സംസാരിക്കണ്ടേ, അടുത്ത് വിളിച്ച് സംസാരിച്ച്. നമ്മളെ തൊട്ടടുത്ത പ്രദേശത്ത് പെരിന്തൽമണ്ണയിലാണ് കോൺഫറൻസ്. അന്ന് രാവിലെ കുറച്ച് കുട്ടികളെ ബസ് കയറ്റി കൊണ്ടുവരാനല്ല പറയണേ, നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിൽ സിയാരികൾ സെറ്റാക്കണം, നമ്മുടെ ശാഖകളിൽ കമ്മിറ്റികൾ ഉണ്ടാക്കണം. പള്ളി ഉണ്ടാക്കണേലേറെ പ്രാധാന്യത്തോടെ ഞാൻ പറയാണ് സ്റ്റുഡൻസിന്റെ കമ്മിറ്റികൾ ഉണ്ടാക്കേണ്ടത്. അടുത്ത ജനറേഷനെ നയിക്കാൻ ആളുകൾ ഉണ്ടായി വരണം. ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടനകൾക്കും അടിത്തറയില്ലാത്ത കാലത്ത് നമ്മൾ ജീവിക്കണം. കുട്ടികൾ തോന്നിയ പോലെയാണ് പോണത്. മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത, രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത, അധ്യാപകരെ സോഡ കുപ്പി കൊണ്ട് അടിക്കണേ ഒരു പുതിയ സാമൂഹിക പശ്ചാത്തലത്തിൽ നിസ്സഹായരാകി പോകുന്നിടത്ത് ഇരുട്ടത്ത് നമ്മൾ കത്തിച്ചു വെക്കുന്ന തിരി നാളങ്ങളാണത്. നമ്മളെ മക്കളാണ്. നല്ല നീണ്ടൊരു കോഴിക്കറി, ഒരു 2 പൊറാട്ടയൊക്കെ വേണ്ടി വരും. ഞാൻ അതിന്റെ പൈസ നോക്കി നിൽക്കാതെ നമ്മള് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവർക്ക് വേണ്ട ക്യാമ്പും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രദേശത്താണ് കോൺക്ലേവ് തൊട്ടടുത്ത ദിവസം വരുന്നത്, ഞായറാഴ്ച വരുന്നത്. യുവാക്കളായ ആളുകൾ നമ്മൾ എത്ര അടുത്തായിട്ട് അതിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ കണക്ക് നോക്കിയപ്പോ ഈ പ്രദേശങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ നോക്കിയപ്പോ ഉണ്ടാകേണ്ട കുറെ ആൾക്കാരെ കണ്ടിട്ടില്ല. ഇപ്പൊ അതിൽ ഒരു 3 ആളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നൂടെ അങ്ങനെ കണ്ടു രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ. രജിസ്റ്റർ ചെയ്യാൻ മറന്നാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് തന്നെ പങ്കെടുക്കണം. രജിസ്റ്ററിനൊക്കെ വളരെ പർപ്പസ്ഫുള്ളിയാണ്. ഗൈഡിൽ കയറി രജിസ്റ്റർ ചെയ്ത് അതിനൊക്കെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അവിടെ പങ്കെടുത്താൽ പോരാ പോരാ. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ ഒക്കെ വിളിച്ചു കൂട്ടണം എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ 10 പേരിൻ ശാഖ സംഘടിപ്പിക്കുന്ന അന്നസീഹ എന്ന പേരിൽ ത്രിദിന മതപ്രഭാഷണ പരിപാടിയിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ് 1ാമത്തെ ദിവസമായ ഇന്നത്തെ നമ്മുടെ പ്രഭാഷണ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ബഹുമാന്യ സുഹൃത്ത് താജുദ്ദീൻ സൽഹായി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും മറ്റു വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ